അതായത് നമ്മൾ ECG എടുത്തപ്പോഴേ കേൾക്കാമോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ECG എടുത്തത് തിരിഞ്ഞു പോയി, മനസ്സിലായോ? അത് ഡോക്ടർ ഇന്നലെ കാർഡിയോളെ കാണിച്ചപ്പോഴാണ് പറഞ്ഞത് ECG ആ ഡയറക്ഷൻ മാറിയാണ് അവർ എടുത്താക്കുന്നത്. അത് തല തിരിച്ചാണ് ECG എടുത്തത്. അതിന്റെ ദൈവമേ ഇപ്പൊ കൈവേദന എല്ലാം മാറിയോ? ഇപ്പൊ എല്ലാം ഇതായി, അത് കുഴപ്പമില്ല. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അല്ല നമ്മൾ ആലോചിക്കാതെ ശരിക്കും പറഞ്ഞ അനാസ്ഥയല്ലേ, എന്റെ സത്യമായിട്ട് നോക്കാത്തോണ്ടല്ലേ ഇങ്ങനെ. പിന്നെ നമ്മള് എവിടെ വരെ ചിന്തിച്ചു പോയിട്ടുണ്ടാവും ആ സമയത്ത്. പിന്നെ ഒരാഴ്ച ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല, പേടിയായിരുന്നു. കാരണം അത്രയ്ക്ക് ഇങ്ങനെ വന്ന് രാത്രി ഉറക്കത്തിൽ എങ്ങനെ വെച്ചു പോകുന്നൊക്കെ പേടിയില്ല. പിള്ളേരെ 2 പീരീഡും നമ്മള് ക്ലാസ് കണ്ടിന്യൂ ചെയ്തെടുക്കാൻ കേട്ടോ, പോർഷൻ തീരാത്തോണ്ട്. PDF കാണാമോ? ഇല്ല വന്നിട്ടില്ല. സീറ്റൊക്കെ കേറാറില്ലേ ക്ലാസ്സിലില്ലേ? വരാറുണ്ട്. ജോയിൻ ചെയ്യായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേന് പിള്ളേരാവും. ഭക്ഷണം കഴിച്ചു എല്ലാവരും? ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ ഒരു പകുതി മുതൽ ബെനിഫിറ്റ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മുതൽ വിഷംസ് എടുക്കോട്ടോ. വിഷംസ് തുടങ്ങിക്കോളും. അതുകൂടി അല്ലേ നമുക്ക് എടുക്കാനുള്ളത്. പിന്നെ ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കി പോവാം, എല്ലാം കൂടി ഒന്നും വായിക്കുന്നില്ല കേട്ടോ. ആവശ്യമുള്ള നിങ്ങൾക്ക് എക്സാമിന് വരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം മാത്രമായിട്ടാണ് എടുത്തു പോകുന്നത് കേട്ടോ. എന്നൊക്കെ പറയുമെങ്കിൽ ചിലപ്പോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ടി വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് മൊഡ്യൂൾ 4 ഓവർവ്യൂ എന്ന ചാപ്റ്റർ ആണ് എടുത്തത്. അതില് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ. ഹെൽത്ത് കെയർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരെ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നോക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ടു മെഷർ ഹെൽത്ത് സ്റ്റാറ്റസ്. അപ്പൊ ഈ സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞ സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യുന്നത്. ഇൻഡിക്കേറ്റേഴ്സ്: disease specific mortality, morbidity and disability, determinants of health, biological risk factors,
health behaviors and health systems, surgical procedures, medication use of health and services. അപ്പോൾ ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് മോർട്ടാലിറ്റി റേറ്റ് നോക്കും അല്ലെ, സ്പെസിഫിക് ആയിട്ടുള്ള മോർട്ടാലിറ്റി മരണനിരക്ക് നോക്കും. പിന്നെ മോർബിഡിറ്റി ആൻഡ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും രോഗാവസ്ഥകളോ വൈകല്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കും. പിന്നെ എന്താണ്? ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്, ആരോഗ്യത്തിന്റെ നിർണായക ഘടകങ്ങൾ. റിസ്ക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഹെൽത്ത് ബിഹേവിയർ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇതെല്ലാം കൂടി നമ്മൾ മെഷർ ചെയ്യും. പിന്നെ സർജിക്കൽ പ്രൊസീജിയേഴ്സ്, മെഡിക്കേഷൻസ് യൂസ് ചെയ്തത്, ഹെൽത്ത് സർവീസസ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് മോർട്ടാലിറ്റി റേറ്റ് നോക്കും, മരണനിരക്ക് നോക്കും, ലോകത്തിന്റെ അവസ്ഥ നോക്കും, വൈകല്യങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് അതിൽ വരുന്നുണ്ട്, ഏതൊക്കെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണ്, ഏതൊക്കെ മെഡിക്കേഷൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ബാക്കിയുള്ള ഏതൊക്കെ ആ ഒരു പ്രൊസീജിയേഴ്സിന് വേണ്ടി ഏതൊക്കെ ഹെൽത്ത് സർവീസസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നതെല്ലാം നോക്കിയിട്ടാണ് ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഡെത്ത് റേറ്റ് എന്താണെന്നാണ്. ഓക്കെ, എന്താണ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്? ഡെത്ത് റേറ്റ് അഥവാ മരണനിരക്ക്. Mortality rate or death rate is a scale of number of deaths in general owing to their specific cause in a particular population measured to the size of the population per unit of time. Okay, മരണനിരക്ക്. എന്താണ് മരണനിരക്ക് എന്ന് പറയുന്നത്? മരണനിരക്ക്. സൗദ എന്ത് പറ്റി? കണ്ണു മൂക്കൊക്കെ എല്ലാവരും പനിയാണോ? പനിയാണോ? കണ്ണൊക്കെ വല്ല വീർത്തിരിക്കുന്നു. എന്ത് പറ്റിയോ? കേൾക്കുന്നില്ല. മൈക്ക് ഓഫാ. ഫുള്ള് അടിച്ചോ? ഒരു മിനിറ്റ്. എന്താണോ ടീച്ചർ കേട്ടില്ല, ഒന്ന് പറഞ്ഞേ. മൈക്ക് ഓഫ് ആണോ? സൗദയുടെ മൈക്ക് ഓഫ്. കണ്ണിലാണോ? ആ, കണ്ണില് മുഖത്തല്ല, കണ്ണ് തുറന്നൂടാ. ഡോക്ടറെ കണ്ടില്ലേ? ഇല്ല, ഇതല്ല, രാത്രിയായിരുന്നു. ഇപ്പൊ കുറച്ചുണ്ട്. വേദനയുണ്ടോ? ഇല്ല, ചൊറിയുള്ളൂ. ചൊറിയല്ലേ? ആ, കണ്ണ് തുറന്നുകൂടാ, തടിച്ച് വീർത്തിട്ട് ചൊറി. ഒഴിവടിക്കാൻ എവിടെ പോയി താൻ? പുറത്ത് കണ്ണത്ത് പോയതാനോ? കാട്ടു പോയോ? മുറ്റത്തിറങ്ങലില്ലാതെ. കൈ കൊണ്ട് തൊടല്ലേ? കൈ കൊണ്ട് തൊടണ്ട. എന്തെങ്കിലും ഒരു ടവലോ തുണിയോ അങ്ങനെയൊക്കെ വെച്ചിട്ട് തുടക്കാട്ടോ. കൈ തൊടരുത്. ഇല്ല. ഭക്ഷണം കഴിച്ചോ? ആ, ഫുഡ് കഴിച്ചു. കണ്ണ് പെട്ടെന്ന് കണ്ടറിയാം. നമ്മളെല്ലാ ദിവസവും കാണുന്ന ആളല്ല, അതുകൊണ്ടാണ് ചോദിച്ചേട്ടാ. മുഖമെല്ലാം ഉണ്ട്, മുഖത്തെല്ലാം ഉണ്ട്. കയ്യിലോട്ടൊക്കെ ഉണ്ടോ? ശരീരത്തിലോട്ടുണ്ടോ? ബ്രസ്റ്റ് മുതലെല്ലാം ഉണ്ട്. ശരി, റെസ്റ്റ് എടുത്തോട്ടോ. ആ. ഓക്കെ, എന്താണ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്? PDF കാണുന്നില്ലേ? ഓക്കെ, ആ ഒരു ഇക്വേഷൻ പഠിക്കണം കേട്ടോ. അതായത് ഒരു നിശ്ചിത ജനസംഖ്യയില് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, അതായത് സാധാരണയായിട്ട് നമ്മൾ ഒരു വർഷത്തിൽ സംഭവിക്കുന്ന മരണങ്ങളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോർട്ടാലിറ്റി റേറ്റ് അഥവാ മരണനിരക്ക് എന്ന് പറയുന്നത് അല്ലെ. ഒരു നിശ്ചിത ജനസംഖ്യയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, നിശ്ചിത സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ സംഭവിക്കുന്ന മരണങ്ങളുടെ എണ്ണമാണെന്ത്? മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് ഇത് മെഷർ ചെയ്യുന്നത്? ഇതിന്റെ മെഷർമെന്റിൽ എങ്ങനെയാണ് പറഞ്ഞുതരാം കേട്ടോ. The term mortality indicates the total deaths happen especially on a large scale such as in population in geographical area. It is normally represented in the form of mortality rate. As per the mortality rate definition, an index of the number of deaths each year of a specified time interval in a specified population is called mortality rate. It is normally expressed in population units like the per 1,000 people for a record period. സ്പെസിഫിക് ടൈം ഫ്രെയിം. ഞാൻ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറയുന്നത്. എന്താണ്? ഒരു നിശ്ചിത ജനസംഖ്യ, ഒരു നിശ്ചിത പോപ്പുലേഷൻസിൽ
നിശ്ചിത സമയത്തിനുള്ളിൽ സംഭവിക്കുന്ന, അതായത് ഒരു വർഷത്തിനുള്ളിൽ സംഭവിക്കുന്ന മരണങ്ങളുടെ എണ്ണമാണ് നമ്മൾ എന്ത് പറയുന്നത്, മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ഓരോ 1000 പേർക്ക് ഒരു 1000 പേരിൽ എത്ര പേര് മരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കണക്കാക്കുന്നത്. മനസ്സിലായോ? അതായത് 1000 പേരുണ്ട്, ഒരു നിശ്ചിത ജനസംഖ്യ എന്ന് പറയുന്നത് 1000 പേരായിരിക്കും അല്ലെ. 1000 ആളുകളിൽ എത്ര പേര് മരിക്കുന്നു എന്നതാണ് ഇതിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒരു സ്പെസിഫൈഡ് ടൈമിൽ 1000 പേരിൽ എത്ര പേര് മരിക്കുന്നു എന്നൊരു കണക്കാണ് എന്ത്, ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അതായത് 1000 ജനസംഖ്യയിൽ എത്ര ആൾക്കാർ മരിക്കുന്നു കേട്ടോ. ഇനി മനസ്സിലായോ പറഞ്ഞത്? മോർട്ടാലിറ്റി റേറ്റ് എന്താണെന്ന് പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ആ ഒരു ഭാഗം പഠിക്കണം കേട്ടോ. ഈ ഒരു ഭാഗം ഒന്ന് ഓർത്ത് വെക്കുക, അണ്ടർലൈൻ ചെയ്യോ ടിക്ക് ചെയ്യോ ചെയ്യാം കേട്ടോ. ഒന്നുകൂടി പറയണോ? ഒരു നിശ്ചിത ജനസംഖ്യയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ മരണപ്പെടുന്ന ആളുകളുടെ എണ്ണമാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. മെഷർമെന്റ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ 1000 പേരിൽ എത്രത്തോളം ആൾക്കാർ മരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി മരണനിരക്ക് കുറയുന്നത് നമുക്ക് എന്തിന്റെ സൂചനയായിട്ട് പറയാം? മരണനിരക്ക് കുറയുന്നത് എന്തിന്റെ സൂചനയായിട്ട് പറയാം? മികച്ച ആരോഗ്യ സേവനങ്ങൾ ഉള്ളത് കൊണ്ടാണ് മരണനിരക്ക് കുറയുന്നത്. മികച്ച ആരോഗ്യ സേവനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? മരണനിരക്ക് കൂടുന്നത്. ശരിയല്ലേ? ആലോചിച്ച് മരണങ്ങൾ കൂടാൻ കാരണം എന്താണ്? നമുക്ക് മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും മരണങ്ങൾ കൂടുന്നത്. പക്ഷെ മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ്, മരണനിരക്ക് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും അല്ലെ. അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ ഡെഫിനീഷൻ ആണ് കേട്ടോ. മോർട്ടാലിറ്റി റേറ്റിന്റെ ഡെഫിനീഷൻ എന്താണ്, അതിന്റെ ഫോർമുലയാണ് പഠിക്കുന്നത് കേട്ടോ. മോർട്ടാലിറ്റി റേറ്റ് ഈസ് ഈക്വൽ ടു number of deaths divided by total population into 1000 divided by 365. 365 വെച്ചാൽ ഡേയ്സ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അതായത് 1 year എന്നുള്ള കാൽക്കുലേഷൻ ആണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ റേറ്റ് ഫോർമുല പഠിക്കണം, ഫോർമുല നോക്കണം, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടുക, ഇത് ചെയ്യാം കേട്ടോ. നമ്പർ ഓഫ് ഡെത്ത് മോർട്ടാലിറ്റി റേറ്റ് കാണുന്നതിനുള്ള ഫോർമുല എങ്ങനെയാണ്? നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000. ഓക്കെ, അത് ഓർത്ത് വെക്കണം കേട്ടോ, ഫോർമുല എക്സാമിന് ചോദിക്കും. ക്ലിയർ ആണോ? മരണപ്പെട്ടവരുടെ എണ്ണം ഡിവൈഡഡ് ബൈ മൊത്തം ആകെയുള്ള പോപ്പുലേഷൻ, ആകെയുള്ള ജനസംഖ്യ ഇൻറ്റു 1000. ക്ലിയർ? ഓക്കെ, ഇനി നമ്മുടെ ഹോസ്പിറ്റലിലെ കുറച്ച് മോർട്ടാലിറ്റി റേറ്റ്സ്, പല രീതിയിലുള്ള മരണനിരക്കുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് കേട്ടോ. ഒന്ന് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, അതായത് മൊത്തം മരണനിരക്കാണ് നോക്കുന്നത്. പിന്നെ നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഉണ്ട്, ആകെ കാലയളവിൽ സംഭവിക്കുന്നത്. പിന്നെ ഐസിയുലെ മോർട്ടാലിറ്റി റേറ്റ്. അങ്ങനെ 3 രീതിയിൽ നമ്മൾ ഹോസ്പിറ്റലിലെ മോർട്ടാലിറ്റി റേറ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പൊ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് എന്താന്ന് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ്, total number of death discharged during that period into 100. എങ്ങനെയാണ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുല വരുന്നത്? ഇക്വേഷൻ എങ്ങനെയാണ്? ടോട്ടൽ മോർട്ടാലിറ്റി, ഗ്രോസ് മോർട്ടാലിറ്റി GMR എന്ന് വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് ഫോമിൽ പറയാം. GMR, ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്. ഒരു ഹോസ്പിറ്റൽ ഒരു പീരീഡിൽ മരണപ്പെടുന്ന ആകെ ജനങ്ങളുടെ, മരണപ്പെട്ടവരുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആ സമയത്ത് ഡിസ്ചാർജ് ചെയ്ത് മരണപ്പെട്ട പേഷ്യൻസിന്റെ എണ്ണം ഇൻറ്റു 100. ഇങ്ങനെയാണ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ കണ്ടെത്തുന്നത് കേട്ടോ. ഓക്കെ, ആ ഇക്വേഷൻ പഠിക്കാം കേട്ടോ. ആ ഇക്വേഷൻ പഠിക്കണം. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുല പഠിക്കാം. ക്ലിയർ ആണോ? ഇനി നമ്മൾ ടോട്ടൽ മരണപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയുമ്പോൾ എമർജൻസി ആയിട്ട് ഐസിയുവിൽ മരണപ്പെട്ട എണ്ണം അല്ലെങ്കിൽ ഐസിയുവിൽ മരണപ്പെട്ട ജനങ്ങളുടെ എണ്ണം കൂടി നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി കൗണ്ട് ചെയ്തിട്ടാണ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി അതിന്റെ ഡിനോമിനേറ്ററിന്റെ ഭാഗത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതാണ് ഉപയോഗിക്കുന്നത്? ഡിസ്ചാർജ് ചെയ്ത എണ്ണം, ഡിസ്ചാർജ് ചെയ്ത് മരിച്ച പേഷ്യൻസിന്റെ എണ്ണം കൂടിയിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്നും നോക്കണ്ട, ആ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുല മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും ചോദിക്കാറില്ല കേട്ടോ. പരീക്ഷയ്ക്ക് മനസ്സിലായോ? GMRന്റെ ഡെഫിനീഷൻ എന്താണെന്ന് മനസ്സിലായോ?
GMR definition. Total number of death is divided by total number of discharge. Clear ആണോ? Clear ആണോ? Next, net mortality rate ആണ് നോക്കുന്നത്. Net mortality rate. Total number of deaths that occur after 48 hours of admission of the patient. Total number of deaths and discharge during that period into 100. Okay, net mortality rate എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? രോഗിയെ നമ്മൾ പ്രവേശിപ്പിച്ചതിന് ശേഷം 48 മണിക്കൂറിനുള്ളിൽ മരണപ്പെടുന്ന കേസുകളുണ്ട് അല്ലെ? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് 48 മണിക്കൂറിനുള്ളിൽ മരണപ്പെടുന്ന പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് and discharge during that period. ആ സമയത്ത് ഡിസ്ചാർജ് ചെയ്ത് മരണപ്പെടുന്ന പേഷ്യൻസിന്റെ എണ്ണം into 100 എന്ന രീതിയിലാണ് നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ കണക്കാക്കുന്നത്. മനസ്സിലായോ? ഈ രോഗിയെ പ്രവേശിപ്പിച്ചതിന് ശേഷം 48 മണിക്കൂറിനുള്ളിൽ മരിച്ച പേഷ്യൻസും ഡിവൈഡഡ് ബൈ ഡിസ്ചാർജ് പേഷ്യൻസിന്റെ എണ്ണം കൂടിയാണ് നമ്മുടെ നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് മെഷർ ചെയ്യുന്നത്. അതാണ് അതിന്റെ ഫോർമുല. ഓക്കെ, മനസ്സിലായോ പിള്ളേരെ? ഇനി 48 മണിക്കൂറിനുള്ളിൽ സംഭവിച്ച മരണങ്ങളും നമ്മൾ എന്തിലിടുന്നുണ്ട്? നമ്മൾ ഈ മെഷർമെന്റ്സിൽ ഉപയോഗിക്കുന്നത് 48 മണിക്കൂറിനുള്ളിൽ, 48 മണിക്കൂറിന് ശേഷം മാത്രമല്ല അതിനുള്ളിൽ 48 അവേഴ്സിനുള്ളിൽ നടക്കുന്ന മരണങ്ങൾ നമ്മൾ എന്താണ് ഈ ഒരു നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് കൗണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 48 അവേഴ്സിന് ശേഷം മാത്രമല്ല 48 അവേഴ്സിനുള്ളിൽ നടക്കുന്ന മരണങ്ങൾ നമ്മൾ എന്താണ് അതിൽ കൗണ്ട് ചെയ്യാറ്. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തത് എന്താണ്? ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. ഇത് ICUയിൽ മാത്രം മരണപ്പെടുന്ന പേഷ്യൻസിന്റെ റേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ICU specific mortality rate is equal to total number of deaths in ICU patients in a period, total number of patients discharged from ICU in that period into 100. Okay, എങ്ങനെയാണ് ICU mortality rate കണ്ടുപിടിക്കുന്നത്? ICUയിൽ ആകെ മരിച്ച പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ അവിടെ എത്ര ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ എന്നത് into 100. Total number of deaths in ICU patients in period divided by total number of patients discharged from ICU in that period into 100. Okay, അപ്പോൾ ഈ മൂന്നും ഈ ഹോസ്പിറ്റൽസിൽ നമ്മൾ മെഷർ ചെയ്യുന്ന 3 റേറ്റ്സ് മോർട്ടാലിറ്റി റേറ്റ്സുകളാണ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, നെറ്റ് മോർട്ടാലിറ്റി ആൻഡ് ICU ആൻഡ് സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കി മുഴുവനും. ഗ്രോസ് മോർട്ടാലിറ്റി എന്ന് പറയുന്ന ആകെ മരണനിരക്കാണ്. ആകെ മരണനിരക്കാണ് ഗ്രോസ് മോർട്ടാലിറ്റി നിരക്ക് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലയളവിൽ മരണപ്പെടുന്ന പേഷ്യൻസിന്റെ എണ്ണമാണ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, 48 അവേഴ്സിനുള്ളിൽ മരണപ്പെടുന്നവരുടെ കേസസിലാണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുന്നത്? നെറ്റ് മോർട്ടാലിറ്റി റേറ്റിൽ ഉൾപ്പെടുത്തുന്നത്. ICUയിൽ എന്ന് പറയുമ്പോൾ ICU മോർട്ടാലിറ്റി റേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ICU പേഷ്യൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റേറ്റ്സ് ആണ് അതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പഠിക്കുന്നുണ്ട് ആ ഭാഗം. നെക്സ്റ്റ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണ നിരക്ക് അല്ലെ. ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് is the number of resident newborns in a prescribed geographic area, country, state, etc. dying under 1 year of age divided by the number of resident live births for the same geographical area for a prescribed time, normally a calendar year, and multiplied by 1000. Okay, infant mortality rate അഥവാ ശിശു മരണ നിരക്ക്. എന്താണ് IMR എന്ന് പറയുന്നത്? നവജാത ശിശുക്കളുടെ മരണ നിരക്കാണ് അല്ലെ. അതായത് ഇവിടെ നമ്മൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു നിശ്ചിത സമയത്തെ അല്ലെ, ഒരു നിശ്ചിത പ്രദേശത്ത് 1000 തത്സമയ ജനനങ്ങളിൽ, അതായത് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ടെങ്കിൽ, അതായത് ലൈവ് ബർത്ത് ആണ് ചോദിക്കുന്നത് അല്ലെ. 1000 കുഞ്ഞ് ജനിക്കുന്നെങ്കിൽ അതിൽ 1 വയസ്സിൽ താഴെ പ്രായം
പ്രായത്തിൽ മരിക്കുന്ന ശിശുക്കളുടെ എണ്ണമാണെന്ന് IMR എന്ന് പറയുന്നത്. ഓക്കെ, കുഞ്ഞുങ്ങൾ ജനിച്ച 1000 കുഞ്ഞുങ്ങൾ ജനിച്ചതിൽ അതിൽ 1 വയസ്സിന് താഴെ മരണപ്പെടുന്ന കുട്ടികളുടെ എണ്ണമാണ് എന്താണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. കേട്ടോ, മനസ്സിലായോ? ആ ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തിടോ ടിക്ക് ചെയ്യോ ചെയ്യാം കേട്ടോ. ഇപ്പൊ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ 2017 ഒരു എക്സാമ്പിൾ പറയാം. 2017 നമ്മള് ഏതാണ് ഇന്ത്യയിലെ കണക്കെടുത്തപ്പോ IMR, അതായത് ഇന്ത്യൻ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 33 33 എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ 1000 കുട്ടികളില് എത്ര പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്? 1000 കുട്ടികളിൽ എത്ര പേര് മരിച്ചിട്ടുണ്ട്? ഇന്ത്യയിൽ 2017 IMR എന്ന കണക്ക് 33. അപ്പൊ 1000 കുട്ടികളിൽ എത്ര പേരായിരിക്കും മരണപ്പെട്ടിരിക്കുന്നത്? 33 അല്ലെ? 33 ആണ് അല്ലെ? 33 പേരാണ്. യെസ്, അപ്പൊ 33 പേരാണ് ഒരു വയസ്സിനുള്ളിൽ ആ ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായോ? ഒരു നിശ്ചിത വർഷത്തിൽ ഒരു പ്രത്യേക പ്രദേശത്ത് 1000 തത്സമയ ജനനങ്ങളിൽ ലൈവ് ബർത്തിൽ 1 വയസ്സിൽ താഴെ പ്രായത്തിൽ മരിക്കുന്ന ശിശുക്കളുടെ എണ്ണമാണ് നമ്മൾ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി അതിന്റെ ഫോർമുല എങ്ങനെയാണ്? അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്? നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫാന്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിഡന്റ് ലൈവ് ബർത്ത് ഇൻടു 1000. ഓക്കെ, ഫോർമുല പഠിക്കണം കേട്ടോ. Number of resident infant deaths divided by number of resident live birth into 1000. പിന്നെ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്സിന്റെ ഒരു എക്സാമ്പിൾസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ കാൽക്കുലേഷൻസ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഈ കാൽക്കുലേഷൻസ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ മെഷർമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എത്രത്തോളം ഇൻഫാന്റ് ഡെത്ത്സ് ഉണ്ടായിട്ടുണ്ട്? 2008 എത്രത്തോളം ഇൻഫാന്റ് ഡെത്ത്സ് ഉണ്ടായിട്ടുണ്ട്? 8.7 കേട്ടോ. അങ്ങനെ ഓരോ വർഷത്തെയും കാര്യം 2008 ഇത് 3 കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങൾ ഈ ഫോർമുല മാത്രം പഠിക്കുക. ഓക്കെ, ഇൻഫാന്റ് ഡെത്ത്സ് ഡിവൈഡഡ് ബൈ ലൈവ് ബർത്ത് ഇൻടു 1000. അങ്ങനെയാണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ പിള്ളേരെ? യെസ്, അത് അതിന്റെ കാൽക്കുലേഷൻ. ഇനി ഹോസ്പിറ്റൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എങ്ങനെയാണ് നോക്കി? ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫാന്റ് ഡെത്ത് അറ്റ് ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ് divided by total number of infant discharge and death during that period into 100. Hospital infant mortality rates നമ്മൾ ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫാന്റ് ഡെത്ത് അല്ലെ? അതായത് എത്രത്തോളം കുട്ടികളാണ് ഹോസ്പിറ്റൽ സ്പെസിഫിക് പീരീഡിൽ മരണപ്പെട്ടത്, ഇതിന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻഫാന്റ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് അല്ലെ? ഡിസ്ചാർജ് ചെയ്ത മരണപ്പെട്ട കുട്ടികൾ, ഡിസ്ചാർജ് ചെയ്ത മരണപ്പെട്ട കുട്ടികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ 100. ഇങ്ങനെയാണ് ഈ ഹോസ്പിറ്റലിലെ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ഈ മോളിലത്തെ മാത്രം പഠിച്ചാൽ മതി, ഈ ഒരു കാൽക്കുലേഷൻ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇത് നോക്കണ്ടെന്നല്ല പറഞ്ഞത്, ഇത് പഠിക്കുക. ഇതാണ് എപ്പോഴും ചോദിക്കുന്നത് പരീക്ഷയ്ക്ക്. ഈ ഒരു കാൽക്കുലേഷൻ മാത്രം നോക്കാം കേട്ടോ. ഓക്കെ, യെസ്. അവിടെ വരെ എടുത്തതൊന്ന് വായിച്ചു നോക്കി. അവിടെ വരെ എടുത്തൊന്ന് വായിച്ചു നോക്കൂ. ഫോർമുല മാത്രം പഠിക്കുക കേട്ടോ. ഓരോ റേറ്റ്സ് എന്താണ് ഫോർമുല മാത്രം പഠിക്കുക.
എടുക്കടി ടീച്ചർ. ഓക്കെ, ഇവിടെ വരാട്ടോ, ശ്രദ്ധിച്ചേ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് പ്രിവാലൻസസ് ഓഫ് ഡിസീസസ്. എന്താണ് പിള്ളേരെ പ്രിവാലൻസ് ഓഫ് ഡിസീസസ് എന്ന് പറയുന്നത്? പ്രിവാലൻസ് രോഗത്തിന്റെ വ്യാപനം. എങ്ങനെയാണ് രോഗം വ്യാപിക്കുന്നത്? എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത് ഈ രോഗം വ്യാപിക്കുന്നുണ്ടെന്നൊക്കെ? ഇപ്പൊ നമ്മൾ കൊറോണ വന്ന സമയത്ത് ഈ രോഗവ്യാപനമൊക്കെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? എങ്ങനെ അറിയാൻ പറ്റി നമുക്കിത് പടരുന്നതാണ്, ഇത് എത്രത്തോളം വ്യാപിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് അറിഞ്ഞത് കൊറോണ വന്ന സമയത്ത്? ടെസ്റ്റിലൂടെ. ഓക്കെ, പല ടെസ്റ്റിലൂടെ നമ്മൾ അത് കണ്ടെത്തി. Prevalence referred to as a prevalence rate is a proportion of persons in a population who are affected with a particular diseases or attribute a specified point in time or over a specified period. Okay, എന്താണ് പ്രിവാലൻസ് എന്ന് പറയുന്നത്? ഒരു ജനസംഖ്യയിൽ എത്ര പേർക്ക് രോഗമുണ്ടെന്ന് കാണിക്കുന്ന ഒരു അളവുകോലാണ് ശരിക്കും പ്രിവാലൻസ് എന്ന് പറയുന്നത്. മനസ്സിലായത്? ഒരു ജനസംഖ്യയിൽ ഇത്ര പ്രൊപ്പോർഷൻ ഓഫ് ജനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോപ്പുലേഷനിൽ ഇത്ര പോർഷൻസ് ആൾക്കാർക്ക് എത്ര പേർക്ക് ഈ രോഗം വരാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്ന ഒരു അളവുകോലാണ് ഇത് പ്രിവാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയായിരിക്കും മെഷർ ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയായിരിക്കും ഒരു അസുഖം വ്യാപിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? Prevalence is the measures of diseases that let us determine a person's likelihood of having diseases. So the number of prevalent cases is the total number of case of diseases that exist in a population. Okay. ഇനി നമുക്ക് അപ്പൊ ഒരു പ്രത്യേക കാലയളവിൽ എത്ര പേർക്ക്, ഒരു നിശ്ചിത കാലയളവിലോ സമയത്തോ എത്ര പേർക്ക് ഇതിലൂടെ രോഗം വരുന്നുണ്ടെന്നൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് ഈ ഒരു ടെസ്റ്റുകൾ, പല പല ടെസ്റ്റ് കണ്ടെത്തുന്നതിലൂടെ എന്താണ് ഈ രോഗം എത്ര ആൾക്കാർക്ക്. ഇപ്പൊ കൊറോണയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തത് ഏതാണ്? എന്ത് ടെസ്റ്റാണ് നമ്മൾ ചെയ്തത് കൊറോണ സമയത്ത്? നമ്മൾ ചെയ്ത ടെസ്റ്റ് ആയിരുന്നു, അതിന്റെ പേരെന്താണ്? കോവിഡ് ടെസ്റ്റ് എന്നല്ല നമ്മൾ പറയുന്നത്. കോവിഡ് ടെസ്റ്റ് ചെയ്തു അല്ലെ? ഇനി അപ്പൊ ആ വീട്ടിൽ ഇത്ര പേർക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു അല്ലെ? ഇപ്പൊ ഒരാൾക്ക് വന്നുകൊണ്ട് എന്താണ് ആ ഒരു ബാക്കിയുള്ള ഇത്ര ആൾക്കാർക്ക് വരുമെന്ന്, അല്ലെങ്കിൽ ഈ ഒരു നമ്പർ ഓഫ് പീപ്പിൾസിന് വരാൻ സാധ്യത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് രോഗത്തിന്റെ വ്യാപ്തി നമുക്ക് ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിലവിലുള്ള നിലവിൽ എത്രത്തോളം രോഗികളുടെ എണ്ണം ചേർത്തിട്ടാണ് നമ്മള് നിലവിൽ ഇത്രത്തോളം രോഗികളുണ്ട്, ഇനി ഇത്രയും രോഗികൾക്ക് വരാൻ പോകുന്നുണ്ട് നമുക്ക് എന്താണ് അനുമാനിക്കാൻ സാധിക്കും. കാരണം എന്താണ്? സ്പ്രെഡ് ആവുന്ന ഡിസീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രത്തോളം ആൾക്കാർക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? കൊറോണ വന്ന സമയത്ത് പലർക്കും വന്നു പോയിട്ടുണ്ട്, പക്ഷെ പലരിലും അത് അറിഞ്ഞിട്ടില്ല അല്ലെ? ടെസ്റ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ പോലും ചിലപ്പോൾ എന്താണ് അതില് ഒരു പോസിറ്റീവ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ? നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആയിട്ട് തന്നെ കാണിച്ചവരുണ്ട്, അറിയാണ്ട് ടെസ്റ്റ് ചെയ്യാത്തവരുണ്ട്. പക്ഷെ പലർക്കും ഈ ഒരു അസുഖം വന്നു പോയിട്ടുണ്ട്, അതിന്റെ സിംറ്റംസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോ എനിക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പോ പോസിറ്റീവ് ആയിരുന്നു, പക്ഷെ എന്താണ് എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. സ്മെല്ല് ഉണ്ടായിരുന്നില്ല, വളരെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ മനസ്സിലായില്ല. അപ്പൊ എല്ലാ കേസുകളും പക്ഷെ നമുക്ക് ഇതിൽ കണ്ടെത്താൻ സാധിക്കില്ല. എന്നിരുന്നാൽ പോലും ഇത്ര പേർക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, യെസ്. ഇനി രോഗമുള്ള ആൾക്കാരുടെ എണ്ണം പരിശോധിച്ചതിന് ശേഷം ഇത് നമുക്ക് എന്താണ് ഇത്രത്തോളം പേർക്ക് വരാൻ സാധിക്കും, അല്ലെങ്കിൽ ഇത്രയും പേർക്ക് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് എന്തിലൂടെ സാധിക്കും? ഈ പ്രിവാലൻസിലൂടെ നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരു എന്താണ് പ്രിവാലൻസ് റേറ്റ് ഡിസീസസ് എന്ന് പറയുന്നത്? ഒരു രോഗം ജനസംഖ്യയിൽ എത്ര പേർക്ക് ഉണ്ടെന്നും അത് കാണിക്കുന്ന ഒരു അളവ് പോലാണെന്ന് പ്രിവാലൻസസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. The prevalence and incidence of diseases are among the most basic measurement in epidemiology. Prevalence is a measure of the load of diseases in a population in a given occasion and at a particular time as represented in a count of the number of the people affected. എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? നമുക്കൊരു രോഗം വ്യാപിക്കുന്നുണ്ട് അല്ലെങ്കിൽ വരാൻ പോകുന്നുണ്ട് നമുക്കത് അറിയാൻ സാധിക്കുന്നത് നല്ല കാര്യമാണോ? ആണോ? അതെ, ഒരു രോഗത്തിന്റെ ഭാരം, അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നേരത്തെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. എന്തിലൂടെ? ഈ രോഗത്തിന്റെ വ്യാപനം അളക്കുന്നതിലൂടെ നമുക്ക് എന്ത് സാധിക്കുന്നു?
ഒരു രോഗത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു അല്ലെ. ഇനി അത് മുഖാന്തരം ആ തീവ്രത മനസ്സിലാക്കി നമുക്ക് പൊതുജനാരോഗ്യ പദ്ധതികൾ തയ്യാറാക്കാൻ പറ്റും. അതായത് പൊതുജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കാനായിട്ട് നമുക്ക് എന്താണ് പദ്ധതികൾ തയ്യാറാക്കാനുള്ള ഒരു പ്ലാനിങ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുന്നത്. അതായത് ഈ രോഗത്തിന്റെ അവസ്ഥ ഇത്രത്തോളമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിനെ പ്രതിരോധിക്കാനുള്ള പദ്ധതികളായിരിക്കും നമ്മൾ ആരംഭിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ അത് മുൻകൂട്ടി നിശ്ചയിക്കാനായിട്ട് പ്രിവാലൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ എന്താണ് രോഗനിയന്ത്രണ പരിപാടികൾ അല്ലെ, മറ്റ് പ്രോഗ്രാംസുകൾ രോഗത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി രോഗനിയന്ത്രണ പരിപാടികൾ നമുക്ക് കണ്ടക്ട് ചെയ്യാവുന്നതാണ് അല്ലെ. കുറച്ച് ലൊക്കാലിറ്റിയുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പൊ നമ്മൾ ബ്രേക്ക് ദ ചെയിൻ എന്നൊരു ക്യാമ്പയിൻ ആണ് കോവിഡ് സമയത്ത് ചെയ്തത് അല്ലെ. ബ്രേക്ക് ദ ചെയിൻ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ബ്രേക്ക് ദ ചെയിൻ, യെസ്. ഇതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്തത്, രോഗനിയന്ത്രണ പരിപാടിയുടെ ഭാഗമാണ് അല്ലെ. യെസ്. ഇനി മാത്രമല്ല ഇനി ഏത് പ്രദേശത്താണ് ആ രോഗം കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്നത്, അത് എവിടെയാണ് കൂടുതൽ എവിടെയാണ് കുറവെന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് പ്രിവാലൻസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, എവിടെയാണ് രോഗം കൂടുതലായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് പ്രദേശത്താണ് രോഗത്തിന്റെ തീവ്രത കുറവായിട്ട് കാണിക്കുന്നതൊക്കെ നമുക്ക് നോക്കാനായിട്ട് ഈ രോഗത്തിന്റെ വ്യാപനം എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എപ്പിഡമോളജി എന്ന് പറയുന്നത്, എപ്പിഡമോളജി എന്ന് പറയുന്നത് എന്താണ് കേട്ടിട്ടുണ്ടോ? എപ്പിഡമോളജി എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? എപ്പിഡമോളജി ഒരു ജനവിഭാഗത്തില് എത്രത്തോളം രോഗങ്ങൾ എങ്ങനെ എന്തുകൊണ്ട് എപ്പോൾ വരുന്നു എന്ന് കണ്ടെത്തുന്നതാണെന്ത് എപ്പിഡമോളജി. മനസ്സിലായോ എന്താണ് എപ്പിഡമോളജി എന്ന് പറയുന്നത്? ഒരു ജനവിഭാഗത്തിലെ രോഗങ്ങൾ എത്രത്തോളം എങ്ങനെ എന്തുകൊണ്ട് ആർക്കൊക്കെ വരുന്നു എന്ന് കണ്ടെത്തുന്നതാണെന്ത് എപ്പിഡമോളജി. ഓക്കെ, യെസ്. പറഞ്ഞത് മനസ്സിലായോ? പ്രിവാലൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒരു പ്രത്യേക സ്ഥലത്ത് എത്രത്തോളം രോഗത്തിന്റെ തീവ്രത ഉണ്ട്, ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കുറവുള്ളത് എന്ന് തീരുമാനിക്കാനായിട്ട് സഹായിക്കുന്നു. അതേപോലെ തന്നെ രോഗനിയന്ത്രണ പരിപാടികൾ തയ്യാറാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ പദ്ധതികൾ തയ്യാറാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ എന്താണ് രോഗമുള്ള ആളുകളുടെ എണ്ണം പരിശോധിക്കാനും എത്രത്തോളം ആൾക്കാർക്ക് ഇത് അഫക്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ കണ്ടെത്താനായിട്ട് നമ്മൾ പ്രിവാലൻസ് ഹെൽപ്പ് ചെയ്യുന്നു. ആ ഒരു അർത്ഥത്തിൽ എന്താണ് പ്രിവാലൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ രോഗം വ്യാപിക്കാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ഏറ്റവും വ്യാപനം കൂടുതലുള്ള രോഗാവസ്ഥകൾ? രോഗവ്യാപനം കൂടുതലുള്ളത് ഒന്ന് കാർഡിയോവസ്കുലർ ഡിസീസ് അക്കൗണ്ട് ഫോർ മോസ്റ്റ് MCD deaths of 70.9 billion people yearly, followed by cancers, chronic respiratory diseases, diabetes. ഓക്കെ, ഏറ്റവും കൂടുതൽ മരണ കാരണമായിട്ടുള്ള അസുഖങ്ങൾ ഏതൊക്കെയാണ്? ഈ രോഗം ഹയസ്റ്റ് പ്രിവാലൻസ് ഉള്ള കേസുകൾ ഏതൊക്കെയാണല്ലേ? അയച്ചു നോക്കിയേക്കാവുന്ന കാർഡിയോവസ്കുലർ ഡിസീസസ് ആണ് അല്ലെ, ഹൃദ്രോഗങ്ങൾ. ഓക്കെ, പിന്നെ ഏതൊക്കെയാണ്? ഏകദേശം ഒരു 17.9 ബില്യൺ പീപ്പിൾ വരെ എന്താണ് ക്യാൻസേഴ്സുമായിട്ട് മല്ലിടുന്നുണ്ട് അല്ലെ. ക്യാൻസർ പോലുള്ള രോഗങ്ങളുണ്ട്. ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ് അനുഭവിക്കുന്ന പേഷ്യൻസ് ഉണ്ട്, ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ട്, പിന്നെ കിഡ്നി ഡെത്ത്സ് അല്ലെ, കിഡ്നി പേഷ്യൻസ്, കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന്റെ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത്രയും ഈ രോഗാവസ്ഥകളാണ് കൂടുതൽ ഹൈയസ്റ്റ് ആയിട്ടുള്ള രോഗവ്യാപനത്തിന് കാരണമാകുന്നത്. ഓക്കെ, മിക്ക ആൾക്കാരും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രോഗങ്ങൾ ഏതൊക്കെ തന്നെയാണ്? ഇതൊക്കെ തന്നെയാണ്. ഇപ്പൊ ക്യാൻസർ നമുക്കറിയാം അല്ലെ, ക്യാൻസറും ഡയബറ്റീസും ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ ഇല്ലേ? നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്ന ശരിയാവില്ലട്ടോ. എന്തെങ്കിലും തമ്പോ കാലോ ഇടുന്നേ, തമ്പോ കാലോ സോറി. യെസ്, അടുത്ത ക്ലാസ് തമ്പിടുന്നുണ്ട്. സോറി പിന്നെ PDF പോയിട്ടില്ലല്ലോ. ഇല്ല, കാണാം. അപ്പൊ ഈ ഹയസ്റ്റ് പ്രിവാലൻസ് കേസസുകളുടെ പേരുകൾ പഠിച്ചു വെക്കണം കേട്ടോ. ഏതൊക്കെ ഡിസീസസ് ആണെന്നുള്ളതിന്റെ പേരുകൾ ഒന്ന് നോട്ട് ചെയ്യണം. ഏതൊക്കെയാണ് പിള്ളേരെ?
cardiovascular diseases, cancer, diabetes, chronic respiratory diseases, then kidney failure, including kidney diseases. Okay, ഇതൊക്കെയാണ് ഹൈയസ്റ്റ് പ്രിവാലൻസ് റേറ്റ് ഉള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്ന രോഗങ്ങളാണ് ഇതൊക്കെ, അല്ലെ? യെസ്. ഇനി what increase the prevalence of case? Prevalence increase when new diseases case are detected incidents, and prevalence decreases when a patient is either cured or dies. ഇനി ഈ ഒരു രോഗത്തിന്റെ തീവ്രത വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? ഒരു രോഗം കൂടാനുള്ള കാരണം എന്താണ് പിള്ളേരെ? ഇൻക്രീസ് ചെയ്യാൻ, ഒരു രോഗവ്യാപനം കൂടാനുള്ള കാരണം എന്താണ്? നമ്മൾ പുതിയ കേസുകൾ കണ്ടെത്തുന്നു, അല്ലെ? പുതിയ കേസുകൾ കണ്ടെത്തുന്നതിനനുസരിച്ച് എന്താണ് കണ്ടെത്താന്ന് പറയുന്നത്? എന്താണ്? രോഗം വ്യാപിക്കുന്നുണ്ടല്ലേ നമ്മളത് കണ്ടെത്തുന്നത്, അല്ലെ? പുതിയ കേസുകൾ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് രോഗവ്യാപനം കൂടുന്നത്, അല്ലെ? രോഗവ്യാപനം കൂടുന്നത് കൊണ്ട് നമ്മൾ പുതിയ കേസുകൾ കണ്ടെത്താൻ, പുതിയ പേഷ്യൻസിനെ നമ്മൾ കണ്ടെത്തുകയാണ്. ഇനി രോഗി സുഖം പ്രാപിക്കുകയോ മരിക്കുകയോ ചെയ്താൽ എന്താണ്? ആ രോഗവ്യാപനം കുറയും. ഒന്നില്ലെങ്കിൽ രോഗിക്ക് ഈ രോഗത്തിന്റെ വ്യാപനം കുറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒന്നില്ലെങ്കിൽ ആ രോഗി മരിക്കും, അല്ലെ? ആ രോഗി മരിക്കുമ്പോ എന്താണ്? ആ രോഗവ്യാപനം കുറയും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? രോഗി സുഖം പ്രാപിക്കണം, രോഗിക്ക് അസുഖം മാറണം, ഒന്നില്ലെങ്കിൽ ആള് മരിക്കണം. എന്നാൽ മാത്രമല്ല ആ രോഗാവസ്ഥ കുറയുള്ളൂ. പറയണ മനസ്സിലാവുന്നുണ്ടോ? ഒരു രോഗി സുഖം പ്രാപിക്കുകയോ മരിക്കുകയോ ചെയ്യുമ്പോഴാണ് എന്ത് പ്രിവാലൻസ് കുറയുന്നത്. ഇതൊന്നും പകർച്ചവ്യാധിയല്ല എന്നാണ് പറയുന്നത്. പകർച്ചവ്യാധിയല്ല, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണിത്, അല്ലെ? പക്ഷെ പലരിലും കണ്ടുവരുന്നതാണ്. വ്യാപിക്കുക എന്ന് പറയുന്നത് സ്പ്രെഡ് ആവണമെന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്പ്രെഡ് ആവുന്ന ഡിസീസസ് എന്നല്ല നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാത്തതാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. പക്ഷെ മിക്ക ആൾക്കാരിലും ഇത് കണ്ടുവരുന്ന രോഗമാണ്. പ്രിവാലൻസ് എന്ന് പറയുന്ന രോഗം വ്യാപിക്കുന്നു എന്നുള്ളൂ, അല്ലാതെ പകരുന്നു എന്നൊരു മീനിങ് അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ. മനസ്സിലായി പറഞ്ഞത്? ആരിൽ തന്നെയാണ് അസുഖം ഒതുങ്ങി കൂടുന്നത്. പക്ഷെ പല ആളുകൾ എണ്ണം കൂടുതലായിരിക്കും ഈ ഒരു അസുഖാവസ്ഥ, അല്ലെങ്കിൽ ഇപ്പൊ ക്യാൻസർ, കിഡ്നി ഡിസീസസ് ഒക്കെ ഉള്ള ആൾക്കാരുടെ എണ്ണമാണ് കൂടുന്നത് കേട്ടോ. അല്ലാതെ ഇത് വ്യാപിക്കുന്ന രോഗം മീൻസ് പടരുന്ന രോഗമല്ല, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്ന രോഗം എന്നല്ല പറയുന്നത് കേട്ടോ. മനസ്സിലായ പറഞ്ഞത്? ശരാ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് കുറയാനുള്ള കാരണം എന്താണ്? ഒരു രോഗം എങ്ങനെയാണ് കുറയുന്നത് മനസ്സിലാവുന്നത്, അല്ലെ? രോഗം കൂടുന്നത് മനസ്സിലാവുന്നത് പുതിയ കേസുകൾ കണ്ടെത്തുമ്പോഴാണ് രോഗങ്ങള് പ്രിവാലൻസ് കൂടുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. ഈ പ്രിവാലൻസ് കുറയുന്നത്, രോഗവ്യാപനം കുറയുന്നത് നമ്മൾ എങ്ങനെ അറിയാം? ഒന്നില്ലെങ്കിൽ ഒരു രോഗിക്ക് സുഖം പ്രാപിക്കും, അല്ലെങ്കിൽ ആ രോഗികൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ആ ഒരു രോഗാവസ്ഥ ഇല്ലാണ്ടാവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ രോഗവ്യാപനം അവിടെ കുറഞ്ഞു വരുന്നു. ഓക്കെ, അതാണ് what increase the prevalence of the diseases എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് പ്രിവാലൻസ് എന്തൊക്കെയാണ്? ടൈപ്സ് ഓഫ് പ്രിവാലൻസ്: പോയിന്റ് പ്രിവാലൻസ് ഉണ്ട്, പീരീഡ് പ്രിവാലൻസ് ഉണ്ട്, ലൈഫ് ടൈം പ്രിവാലൻസ് ഉണ്ട്. പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്നത് എന്താണ്? പോയിന്റ് പ്രിവാലൻസ് നമ്പർ ഓഫ് കേസ് ഓഫ് ഹെൽത്ത് ഈവൻ അറ്റ് എ സർട്ടൻ ടൈം. ഒരു നിശ്ചിത സമയത്തുള്ള രോഗികളുടെ എണ്ണമാണ് എന്ത്? പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു നിശ്ചിത സമയത്തുള്ള രോഗികളുടെ എണ്ണമാണ് പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പീരീഡ് പ്രിവാലൻസ്. പീരീഡ് പ്രിവാലൻസ് എന്താണ്? The number of cases of health event in a reference to a period of 12 months. Period prevalence എന്താണ്? The number of cases of a health event in reference to a period of 12 months. എന്താണ്? അതായത് ഒരു 12 മാസത്തിനുള്ളിൽ മരണപ്പെടും. 12 അതായത് ഒരു നിശ്ചിത കാലയളവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു 12 months-നുള്ളിൽ രോഗം വ്യാപിക്കുന്നത്, അല്ലെങ്കിൽ രോഗത്തിന്റെ പീരീഡ് ഉൾപ്പെടുന്നതാണ് എന്ത്? പീരീഡ് വാലൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു വർഷത്തിനുള്ളിൽ നീണ്ടു നിൽക്കുന്ന രോഗാവസ്ഥകളില്ലേ, അതാണ് അതിന് ഇതിൽ വരുന്നത് കേട്ടോ. അതാണ് പീരീഡ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. ലൈഫ് ടൈം പ്രിവാലൻസ് എന്തായിരിക്കും? ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് ഇൻ റെഫറൻസ് ടു ദ ടോട്ടൽ ലൈഫ് ടൈം. ലൈഫ് ടൈം പ്രിവാലൻസ് എന്താണ്? നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് ഇൻ റെഫറൻസ് ടു ദ ടോട്ടൽ ലൈഫ് ടൈം. ലൈഫ് ടൈം എന്ന് പറയുന്നത് എന്താ? ലൈഫ് ടൈം എന്ന് പറയുന്നത്
ഒരാളുടെ ജീവിതകാലം മുഴുവൻ എന്താവും ആ ഒരു രോഗം ഉണ്ടാവും. കേട്ടിട്ടുണ്ടോ അത്? യെസ്, മരിക്കുന്നവരെ ആ രോഗം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു രോഗത്തിന്റെ രോഗവ്യാപനത്തിന്റെ 3 ഘട്ടങ്ങൾ, 3 ടൈപ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്ന ഒരു സർട്ടൺ ടൈമിൽ മാത്രം ആ രോഗം വ്യാപിക്കുന്നത്. പീരീഡ് പ്രിവാലൻസ് എന്ന് പറയുന്നത് എന്താണ്? ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 12 മാസത്തിനുള്ളിൽ മാത്രം നീണ്ടു നിൽക്കുന്ന രോഗാവസ്ഥകൾ. ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയുന്നത് ജീവിതകാലം മുതൽ ഒരാളുടെ മുഴുവൻ ജീവിതകാലത്തേക്ക് ഉണ്ടായ രോഗങ്ങളുടെ എണ്ണമാണ് എന്താ ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവന്നെ മനസ്സിലായോ? ക്ലിയർ ക്ലിയർ ക്ലിയർ. ഓക്കെ, ഇനി അതിന്റെ ഫോർമുല നോക്കാം. അതിന്റെ ഫോർമുല, ഈ പ്രിവാലൻസ് കണ്ടുപിടിക്കുന്നതിന് നമ്മളൊരു ഫോർമുല ഉണ്ട്, ഒരു ഡെഫിനേഷൻ ഉണ്ട്. പോയിന്റ് പ്രിവാലൻസ് കണ്ടുപിടിക്കുന്നതിന്റെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പോയിന്റ് പ്രിവാലൻസ് is equal to number of cases in a defined population at a one point of time divided by number of people in a defined population at the same point in time. എങ്ങനെയാണ് പോയിന്റ് പ്രിവാലൻസ് എന്ന് കണ്ടുപിടിക്കുന്നത്? ഒരു സമയത്ത് രോഗമുള്ള ഒരു സർട്ടൺ ടൈമില് രോഗമുള്ള ആളുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ ആ സമയത്തുള്ള ജനസംഖ്യ, ആകെ ആ സമയത്തുള്ള ജനങ്ങളുടെ എണ്ണം. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? പോയിന്റ് പ്രിവാലൻസ് കണ്ടുപിടിക്കുന്നത്. ഒരു സമയത്ത് രോഗമുള്ളവരുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആ സമയത്തുള്ള ആകെ പോപ്പുലേഷൻ എത്രത്തോളമാണ്. ഓക്കെ, മനസ്സിലായോ ഫോർമുല? പോയിന്റ് പ്രിവാലൻസ് മനസ്സിലായോ? യെസ്, അതും പഠിക്കണം കേട്ടോ. ആ ഡെഫിനേഷൻ പഠിക്കാം. യെസ്, ഇനി നമ്മൾ നോക്കുന്നത് യൂസസ് ഓഫ് പ്രിവാലൻസ് ആണ്. യൂസസ് ഓഫ് പ്രിവാലൻസ് എന്തിനാണ് നമ്മൾ ഈ രോഗവ്യാപനം ഇങ്ങനെ യൂസ് ചെയ്യുന്നത്? നിങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? Help to calculate the magnitude of health problem and diseases in community. സമൂഹത്തിലെ രോഗത്തിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് യൂസസ് ഒന്ന് പഠിച്ചേക്കണേ. യൂസസ് ഒന്ന് 50 പോയിന്റ്സ് ഓർത്ത് വെക്കണം. എന്തൊക്കെയാണ് യൂസസ് വരുന്നത്? സമൂഹത്തിലെ രോഗത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. ഐഡന്റിഫൈ ദ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് ഓഫ് ദ പോപ്പുലേഷൻ. നെക്സ്റ്റ് എന്താണ്? ഐഡന്റിഫൈ ദ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് ഓഫ് ദ പോപ്പുലേഷൻ. അതായത് ഉയർന്ന അപകട സാധ്യതയുള്ള ആൾക്കാരെ നമുക്ക് കണ്ടെത്താനായിട്ട് സഹായിക്കുന്നു. അതായത് ഏത് ആൾക്കാരിലാണെങ്കിലും ഈ രോഗം ഏറ്റവും കൂടുതൽ കഠിനമായിട്ട് നിൽക്കുന്നതെന്ന് കണ്ടെത്താനായിട്ട് പ്രിവാലൻസ് റേറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഐഡന്റിഫൈ ദ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് ഓഫ് ദ പോപ്പുലേഷൻ. Then useful for administrative and planning purpose. Useful for administrative and planning purpose. എന്താ പറയുന്നത്? ആരോഗ്യ പരിപാലന പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രിവാലൻസസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ 3 യൂസസ് ആണ് എന്തിനുള്ളത്? പ്രിവാലൻസിനുള്ളത് അല്ലെ. എന്തൊക്കെയാണ് പ്രിവാലൻസിന്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്? സമൂഹത്തിലെ രോഗത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനായിട്ട് സഹായിക്കുന്നു. ഹൈ റിസ്ക് ഉള്ള പോപ്പുലേഷനെ കണ്ടെത്താൻ സഹായിക്കുന്നു. പിന്നെന്താണ്? യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിംഗ് പർപ്പസ്. എന്താണ്? ആരോഗ്യ പരിപാലന പദ്ധതികൾ തയ്യാറാക്കാനായിട്ട് പ്രിവാലൻസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 3 യൂസസ് മനസ്സിലായോ? PDF കാണുന്നില്ലേ? PDF പോയി ഇവിടെ ഉണ്ടല്ലോ. കാണാലോ 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 കാണാലോ. നെറ്റ് പോയതായിരിക്കുള്ളൂ തന്നെ. പിള്ളേരെ മനസ്സിലാവുന്നുണ്ടല്ലോ ക്ലാസ്? യെസ്, ഇനി നമുക്ക് പ്രിവാലൻസസിന്റെ ലിമിറ്റേഷൻസ് നോക്കാം കേട്ടോ. എനിക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അവിടെ കിടക്കുന്നോണ്ട് സമാധാനമില്ല പിള്ളേരെ തീർക്കാണ്ട. 10-ാം തീയതി ഒരു ഡേറ്റ് അതിന് തീർക്കും. വന്നു. ഓക്കെ, ലിമിറ്റേഷൻസ്. പ്രിവാലൻസ് കണ്ടെത്തി ഒരു രോഗത്തിന്റെ വ്യാപനം കണ്ടെത്തുന്നതിന് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരിമിതികൾ ഉണ്ടോ എന്നാണ് നോക്കുന്നത് കേട്ടോ. Can be viewed as a slice through the proportion of the population at a point in a time. നമുക്ക് ഒരു സമയം എല്ലാ ആ ഒരു ലോകത്തിലെ മുഴുവനും രോഗവ്യാപനം മെഷർ ചെയ്യാൻ പറ്റും. നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ഒരു സമയത്തെ മാത്രം അല്ലെ, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മാത്രം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രോഗാവസ്ഥ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. ഇനി നോ കൺസിഡർ ദ ഡ്യൂറേഷൻ ഓഫ് ഡിസീസസ്. രോഗത്തിന്റെ ദൈർഘ്യം നമ്മൾ അവിടെ പരിഗണിക്കുന്നില്ല. അതായത് ഇത്ര കാലം നീണ്ടു നിൽക്കുന്നു അങ്ങനെയുള്ള ഒരു പരിഗണനയല്ല നമ്മൾ. അതായത് ഡ്യൂറേഷൻസ് നമ്മൾ നോക്കുന്നില്ല.
എത്ര ആളുകളിൽ അത് വ്യാപിക്കുന്നുണ്ട് കാണാൻ, അത് എത്ര കാലഘട്ടം നീണ്ടു നിൽക്കുന്നു എന്ന് നമ്മളവിടെ നോക്കുന്നില്ല. ഓക്കെ, അതായത് രോഗത്തിന്റെ ദൈർഘ്യം അവിടെ പരിഗണിക്കുന്നില്ല. എല്ലാ രോഗങ്ങളുടെയും നമുക്ക് പറയാൻ പറ്റില്ല തീവ്രത എത്രത്തോളമാണ്. ചിലത് ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും അല്ലെ. ചിലത് കുറച്ച് നീണ്ടു നിൽക്കാം, ചിലത് പെട്ടെന്ന് റിലീവ് ചെയ്യുന്ന ആൾക്കാർ, പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നവരുണ്ട്, ദീർഘകാലം നീണ്ടു പോകുന്ന, പല രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഓരോരുത്തരും ഓരോ പ്രതിരോധ ശേഷി അനുസരിച്ചിട്ടായിരിക്കാം ആ ഒരു കണ്ടീഷൻ. അപ്പൊ നമുക്ക് അവിടെ മെഷർ ചെയ്യാൻ പറ്റില്ല. ഒരു രോഗത്തിന്റെ ഡ്യൂറേഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരു ലിമിറ്റേഷൻ ആണ്. പിന്നെ പറയുന്നത് ഓൺലി ആൻസർ ഹു ഹാസ് ആൻഡ് ഹു ടു ഹാവ് ഹൗ മെനി അറ്റ് പ്രസന്റ്. ഇപ്പൊ എത്ര പേർക്ക് മാത്രം രോഗം ഉണ്ടെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഇപ്പോ എത്ര പേർക്ക് മാത്രം ഒറ്റ ആൻസർ പറയാനുള്ളൂ. എന്ത്, ഇപ്പൊ എത്ര പേർക്ക് രോഗം വന്നിട്ടുണ്ടെന്ന് മാത്രം നമുക്ക് ഇതിൽ പറയാൻ പറ്റും. അതൊരു പരിമിതിയാണ്. ഓക്കെ, ഇനി നോട്ട് ആൻസർ when how likely the diseases develop be not suit for the etiological studies. Not answer when and how likely the diseases develop be not suit for etiological studies. നെക്സ്റ്റ് ലിമിറ്റേഷൻ എന്താണ്? രോഗം എപ്പോൾ എങ്ങനെ വികസിച്ചു എന്ന് നമുക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കില്ല. രോഗം എപ്പോൾ വികസിച്ചു, എപ്പോഴാണ് ആ രോഗം ഡെവലപ്പ് ചെയ്തതെന്ന് നമുക്ക് പഠന മുഖാന്തരം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. പ്രിവാലൻസിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് അവസ്ഥ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരു രോഗത്തിന്റെ തീവ്രത ഡ്യൂറേഷൻ മെഷർ ചെയ്യാൻ പറ്റില്ല. പിന്നെന്താണ്, ഇപ്പോൾ എത്ര പേർക്ക് രോഗമുണ്ടെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഈ രോഗം എവിടെ നിന്നാണ് വ്യാപിച്ചത്, എത്ര പേർക്ക് അത് വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ടുള്ള ഒരു പരിമിതികൾ ഇതിലുണ്ട്. ഇതൊക്കെയാണ് അതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പ്രിവാലൻസ് ക്ലിയർ ആണോ? പ്രിവാലൻസിന് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ഹയസ്റ്റ് പ്രിവാലൻസ് കേസസുകളുടെ പേരുകൾ, ഏതൊക്കെ അസുഖങ്ങളാണെന്ന് പഠിക്കണം. പിന്നെ ഈ ടൈപ്സ് 3 പഠിക്കണം, ഈ ഫോർമുല പഠിക്കണം കേട്ടോ. കേട്ടോ പിള്ളേരെ? പിന്നെ നമ്മൾ പഠിക്കുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രിവാലൻസ് ആണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രിവാലൻസ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ഒരു രോഗവ്യാപനത്തിന് സഹായിക്കുന്നത്? ഒരു രോഗം കൂട്ടാനും കുറയാനും കാരണമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് കേട്ടോ. രോഗം കൂട്ടാനും കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ. ഒരൊറ്റ മിനിറ്റ്, ഒന്ന് ശ്വാസം വിട്ടോട്ടെ. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കിയാ ടേബിൾ ഒന്ന് വായിച്ചു നോക്കൂ. ഇവിടെ പ്രിവാലൻസ് കൂടാനും കുറയാനുള്ള കാരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഒരു രോഗം കൂടുന്നതിന്റെ കാരണങ്ങൾ ഇൻക്രീസ്ഡ് ബൈ, അതാണ് ആദ്യം നോക്കുന്നത്. ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. ചില അസുഖങ്ങൾ എങ്ങനെയാണ്, ദീർഘകാലം നീണ്ടു നിൽക്കുന്നതാണ്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന രോഗമാണെങ്കിൽ എന്താണ്, അതിങ്ങനെ അതിന്റെ ദൈർഘ്യം കൂടിക്കൊണ്ടേയിരിക്കും അല്ലെ. അതായത് ആൾക്കാരിൽ ഉണ്ടായാൽ പോലും എന്താണ് അതിന്റെ ദൈർഘ്യം, അതായത് ഇത്ര വർഷം, 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന രോഗമാണെങ്കിൽ എന്താണ്, അതിങ്ങനെ ലോങ്ങർ ഡ്യൂറേഷനിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സെക്കൻഡ് വൺ എന്താണ്, prolongation of life of the patients without cure. Prolongation of life of the patients without cure. രോഗം മാറാതെ, ഇപ്പൊ നമുക്കൊരു രോഗം വന്നിട്ട് ചില ആൾക്കാരെ കണ്ടിട്ടില്ല, ഇങ്ങനെ അസുഖം മാറാണ്ട് നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ. ഒരു രോഗം മാറാതെ രോഗികൾ കൂടുതൽ കാലം ജീവിക്കുക, അസുഖത്തോടു കൂടി തന്നെ ജീവിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ നമ്മള്. യെസ്, അപ്പൊ അതെന്താണ്, അതാണ് പ്രോലോങ്ങേഷൻ എന്ന് പറയുമ്പോ
എന്താണ് രോഗം മാറാതെ രോഗികൾ കൂടുതൽ കാലം ജീവിക്കുന്നതും ഈ ഒരു പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കാരണമാണ്. ഓക്കെ. തേർഡ് വൺ എന്താണ് ഇൻക്രീസ് ആൻഡ് ന്യൂ കേസസ്, ഇൻക്രീസ് ഇൻ ഇൻസിഡൻസ്, ഇൻക്രീസ് ആൻഡ് ന്യൂ കേസസ്. പുതിയ രോഗ കേസുകൾ വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻസിഡൻസ് കൂടുന്നു. ഇൻസിഡൻസ് കൂടുമ്പോൾ എന്താണ് രോഗം അവിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അതിൽ അർത്ഥമാക്കുന്നത് അല്ലെ. പുതിയ പുതിയ രോഗങ്ങൾ നമ്മൾ കണ്ടെത്തുകയും ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കും എന്താണ് ആ രോഗാവസ്ഥ അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. Then in migration of cases, രോഗമുള്ള ആൾക്കാര് നമ്മുടെ രാജ്യത്തേക്ക് കുടിയേറി വരുന്നത് അല്ലെ. രോഗം ഇപ്പൊ വേറെ എവിടെയെങ്കിലും രാജ്യത്തുള്ള ആൾക്കാർക്ക് രോഗമുണ്ട്, ആ രോഗം കൊണ്ട് അവർ എങ്ങോട്ട് വരുമ്പോ എന്താണ് ഇവിടെയുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിക്കും? ഇവിടെയുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിക്കും? ആ രോഗം നമ്മൾക്കും അങ്ങനെ രോഗമുള്ള ആൾക്കാരുടെ എണ്ണം കൂടും അല്ലെ. ഇപ്പൊ ഓൾറെഡി ഇവിടെ ആൾക്കാർക്ക് എണ്ണം കൂടുതലാണ്. ഇനി പുറത്തുള്ള ആൾക്കാരും അതേ അസുഖമായിട്ടാണ് വരുന്നെങ്കിലോ അത്രയും എണ്ണം അവിടെ കൂടുകയാണ് അല്ലെ. അപ്പൊ ആ രോഗാവസ്ഥയുള്ള ആൾക്കാരുടെ എണ്ണം അവിടെ ഒരേപോലെ കൂടുകയാണ്. മൈഗ്രേറ്റ് ചെയ്തു വരുന്ന കേസുകളും അവരുടെ അവസ്ഥ കൂടുന്നു. Then out migration of healthy people. നമ്മുടെ നാട്ടില് ആരോഗ്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? ആരോഗ്യമുള്ള ജനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ എന്താണ് ഇവിടെ ആരോഗ്യമുള്ള ആൾക്കാരുടെ എണ്ണം കൂടെയാണോ കുറയുകയാണോ ചെയ്യുന്നത്? ഇവിടെ എണ്ണം കൂടെയാണോ കുറയാണോ ചെയ്യുന്നത്? ആരോഗ്യമുള്ള ആൾക്കാര് അബ്രോഡിലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ എണ്ണം, ആരോഗ്യമുള്ളവരുടെ എണ്ണം കൂടുകയോ കുറയും അല്ലെ. ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ. ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെ പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഉള്ളവർ എങ്ങനെ ആൾക്കാരാണ്? രോഗമുള്ള ആളുകളായിട്ട് മാത്രം മാറിപ്പോകും. ഓക്കെ. പറഞ്ഞത് മനസ്സിലായോ ഒരു പോയിന്റ്? ആരോഗ്യമുള്ള ആൾക്കാര് മറ്റിടങ്ങളിലേക്ക് താമസം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ഈ ഒരു രാജ്യത്ത് എന്താണ് രോഗമുള്ള ആൾക്കാരുടെ എണ്ണം മാത്രമായിട്ട് കൂടുക എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി in migration of susceptible people. ഈ രോഗം വരാൻ സാധ്യതയുള്ള ആൾക്കാർ കുടിയേറി വരും അല്ലെ. ഈ ഒരു രോഗാവസ്ഥ വരാൻ സാധ്യതയുള്ള സസ്പെക്റ്റഡ് ആയിട്ടുള്ള, അത് നമുക്ക് സംശയമാണ്, വരാൻ സാധ്യതയുണ്ട്, കണ്ടീഷനും സിംറ്റംസ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴെന്താണ് അവിടെയും ആ രോഗവ്യാപനത്തിന്റെ ബാലൻസ് കൂടുകയാണ് അല്ലെ. ആ ആളുടെ രോഗമുള്ള ആളുടെ എണ്ണമാണ് അവിടെ കൂടുന്നത്. ഓക്കെ. യെസ്. Then improved diagnosis facilities or better reporting. Improved diagnosis of facilities. നല്ല രോഗനിർണയ സൗകര്യങ്ങൾ ലഭിക്കുന്നത് വഴി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എത്രത്തോളം രോഗം അവിടെ കൂടുന്നുണ്ടെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ രോഗവ്യാപനം ഇൻക്രീസ് ചെയ്യുന്നതിന്റെ കുറച്ച് കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന രോഗങ്ങളാണെങ്കിൽ എന്താണ് എപ്പോഴും ആ ഒരു അസുഖമുള്ള ആൾക്കാർ എപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ ചില രോഗങ്ങൾ എന്താണ് പുതിയ രോഗങ്ങൾ അല്ലെങ്കിൽ രോഗം മാറാതെ ആ രോഗി കൂടുതൽ കാലം ആ രോഗം വെച്ചിട്ട് തന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. പിന്നെ എന്താണ് ന്യൂ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്, പുതിയ കേസുകൾ കണ്ടെത്തുന്നതും ആ രോഗവ്യാപനത്തിന് കൂട്ടുന്നു. പിന്നെ ഇൻമൈഗ്രേഷൻ ഓഫ് കേസസ്, ആൾക്കാർ കുടിയേറി വരുന്നത് ഇങ്ങനെയുള്ള അസുഖമുള്ള ആൾക്കാരാണ് കുടിയേറി വരുന്നത് ഉണ്ടെങ്കിലോ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ അസുഖമുള്ള ആൾക്കാരുടെ എണ്ണം മാത്രം ഒരിക്കലും കൂടുന്നത്. ഇവിടെ ആരോഗ്യവാന്മാരായ എല്ലാവരും എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് അബ്രോഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരുടെ എണ്ണം എങ്ങനെയാണ്? ഏറ്റവും അസുഖമുള്ള എണ്ണം ഇവിടെ നമ്മുടെ നാട്ടിലായിരിക്കും ഉണ്ടായിരിക്കും. പിന്നെ സസ്പെക്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഈ രോഗം വരാൻ സാധ്യതയുള്ള ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നാട്ടിലേക്ക് കുടിയേറി വരുന്നുണ്ട്. ഓക്കെ. പിന്നെ എന്താണ് നല്ല രോഗനിർണയ സൗകര്യങ്ങള് ലഭിക്കുന്നത് വഴി എന്താണ് നമുക്കിത് കൂടുതൽ ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ രോഗം ഇതിനെ കൂടുതൽ നമ്മൾ ഡിറ്റക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. ഇതാണ് പ്രിവാലൻസിനെ അഫക്ട് ചെയ്യുന്നത്, ഇൻക്രീസ് ആവാനായിട്ട് അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ എന്ന് പറയുന്നത്. ഇത് മനസ്സിലായോ? അത് കൂടാനുള്ള കാരണങ്ങൾ മനസ്സിലായോ? ഇനി ഇത് കുറയാനുള്ള കാരണങ്ങളൊക്കെ നോക്കാം. ഇൻക്രീസ്ഡ് ബൈ പ്രിവാലൻസ് കുറയാനുള്ള കാരണങ്ങൾ. ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസസ്. ചില അസുഖങ്ങളുടെ ദൈർഘ്യം കുറവാണെങ്കിൽ എന്താണ്? ചില അസുഖങ്ങളുടെ ദൈർഘ്യം കുറവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ശമിക്കും അല്ലെ. ഒരു മാസമോ അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന അസുഖങ്ങള് ചില ആൾക്കാർക്ക് ഒരു ആ ഒരു കാലയളവിൽ തന്നെ ഇല്ലാണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു രോഗവ്യാപനം അവിടെ കുറയും. ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസസ്. ഹൈ കേസ് ഫെറ്റാലിറ്റി റേറ്റ് ഫ്രം ഡിസീസസ്. ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? മരണനിരക്ക് തന്നെയാണ് കേട്ടോ. രോഗം മൂലം മരണം സംഭവിക്കും. ആ മരണം സംഭവിക്കുന്ന വെച്ചാൽ രോഗം അവിടെ വ്യാപനം കുറയാണ് അല്ലെ. ആ രോഗി മരിച്ചു, പിന്നെ ആ രോഗം ഇല്ല അവിടെ അല്ലെ. മനസ്സിലായില്ലേ?
അതായത് ഹൈ കേസ് ഫാറ്റലിറ്റി റേറ്റ് ഫ്രം ഡിസീസസ്. ഒരു രോഗം ഉണ്ടായി ആ രോഗം മൂലമുള്ള മരണനിരക്ക് കൂടുതലാവുന്നത്, ആ രോഗം വന്ന ആള് മരിച്ചു, പിന്നെ അവിടെ ആ രോഗവ്യാപനം വരുന്നില്ല അല്ലെ. ഒന്നില്ലെങ്കിൽ സുഖം പ്രാപിക്കും, അല്ലെങ്കിൽ ആള് മരിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. മരണം സംഭവിക്കുകയാണെങ്കിൽ എന്താണ്, പിന്നെ അവിടെ രോഗം വ്യാപിക്കുന്നില്ല. Then decrease in new cases, decrease in incidents. പുതിയ കേസുകളൊന്നും കണ്ടെത്തുന്നില്ല. കണ്ടെത്തുന്നില്ല എന്നൊരു അർത്ഥം എന്താണ്? പുതിയ കേസുകൾ ഡിറ്റക്ട് ചെയ്യുന്നില്ല എന്നതിന്റെ അർത്ഥം എന്താ? പുതിയ കേസുകൾ ഡിറ്റക്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് രോഗമില്ല അല്ലെ. പുതിയ കേസുകൾ, രോഗകേസുകൾ കുറയുന്നു എന്ന് വെച്ചാൽ രോഗവ്യാപനം ഇവിടെ കുറയാണ്, ആ രോഗത്തിന്റെ അവസ്ഥകൾ കുറഞ്ഞു, ആൾക്കാർക്ക് അത് ഡിറ്റക്ട് ചെയ്യുന്നില്ല. ഇൻ മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ, ആരോഗ്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്ഥലത്തേക്ക് കുടിയേറി പാർക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ആരോഗ്യമുള്ളവർ കുടിയേറി പാർക്കുമ്പോൾ സംഭവിക്കുന്നു, ഹെൽത്തി പീപ്പിൾ ഉള്ള ജനങ്ങളുടെ മുഴുവൻ എന്താണ്, ആരോഗ്യവാന്മാരായിട്ടുള്ള ജനങ്ങൾ മാത്രമായിരിക്കും നമുക്ക് ചുറ്റും ഉണ്ടാവുന്നത് അല്ലെ. അങ്ങനെ ആ പ്രിവാലൻസസ് കുറയാൻ സാധിക്കും. പിന്നെന്താണ്? ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ്. ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ്, നമ്മുടെ നാട്ടില് രോഗമുള്ളവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറും. അപ്പൊ ഇവിടെ രോഗം കുറയല്ലേ. രോഗമുള്ള ആൾക്കാർ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ആ രോഗത്തിന്റെ പ്രവാലൻസ് അത് ഡിക്രീസ് ചെയ്യാണ് അല്ലെ. മനസ്സിലായോ? അതായത് രോഗമുള്ള ആൾക്കാർ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ എന്താണ്, നമ്മുടെ നാട്ടിൽ ആ രോഗമുള്ള ആള് പോയി, പിന്നെ അവിടെ എണ്ണം കുറഞ്ഞു അല്ലെ, അപ്പൊ രോഗവ്യാപനം ഇല്ല. ദെൻ ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ്, അതാണ് ഇപ്പൊ പറഞ്ഞത്. ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇംപ്രൂവ്ഡ് ക്യൂർ റേറ്റ്സ് ഓഫ് കേസസ്. ഇംപ്രൂവ്ഡ് ക്യൂർ റേറ്റ് ഓഫ് കേസസ്. ഇംപ്രൂവ്ഡ് ക്യൂർ റേറ്റ്സ് ഓഫ് കേസസ് എന്താണ്? രോഗശമന നിരക്ക് മെച്ചപ്പെടുന്നു അല്ലെ. രോഗശമന നിരക്ക് മെച്ചപ്പെടുന്നത് എന്തിന്റെ സൂചനയാണ്? ആ രോഗം കുറയുന്നതിന്റെ അല്ലെ രോഗം മാറുന്നതിന്റെ സൂചനയാണ്. അപ്പൊ ഇതാണ് ഒരു പ്രിവാലൻസിനെ അഫക്ട് ചെയ്യുന്ന രണ്ട് ഘടകങ്ങൾ. രോഗം കൂടാനും കാരണമാകുന്ന ഘടകങ്ങളും കുറയാനും കാരണമാകുന്ന ഘടകങ്ങളാണ്. കേട്ടോ? ക്ലിയർ ആണോ പിള്ളേരെ? യെസ്, അതൊന്ന് ഫുൾ ആയിട്ടൊന്ന് വായിച്ചു വെക്കേ. ഒരു 2-3 മിനിറ്റ് ബ്രേക്ക് കേട്ടോ, ഒന്ന് വായിച്ചു വെക്കും. കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം.
ഹലോ കേൾക്കാമോ? നമ്മൾ നോക്കുന്നത് ഇൻസിഡൻസ് ആണ് കേട്ടോ. ഇൻസിഡൻസ് എന്താണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്? ഇൻസിഡൻസ് കാണാൻ പറ്റുന്നല്ലേ? Incident is the number of lately diagnosed cases of a diseases, and incident rate is the number of recent cases of diseases divided by the number of persons at risk for the diseases. Incidence is an important rate. It is a proportion of people who develop disease in course of a specific time period. ഇന്ന് വായിച്ചു നോക്കി എന്താണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്? ഇൻസിഡൻസ് ഒരു ന്യൂ ഇൻസിഡന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ന്യൂ ഇൻസിഡൻസ് എന്ന് പറയുന്നത് പ്രത്യേക കാലയളവില് രോഗം കണ്ടെത്തുന്നവർ അല്ലെ, പെട്ടെന്ന് രോഗം ഡയഗ്നോസ് ചെയ്യുന്നവരുടെ എണ്ണമാണോ? എന്തായിരിക്കും? ഒന്നുകൂടി വായിച്ചു നോക്കിയിട്ടൊന്ന് പറയാൻ പറ്റുമോ നോക്കിയേ. ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് കേട്ടിട്ടില്ല, ഇൻസിഡൻസ് എന്ന് കേട്ടിട്ടില്ല നിങ്ങള്? ന്യൂ കേസസ് എന്ന് പറഞ്ഞ എന്താ? ന്യൂ കേസസ് എന്ന് പറയുന്നത് അതായത് പുതുതായിട്ട് രോഗം ഉണ്ടാവുന്ന കേസുകളുടെ എണ്ണമാണ് നമ്മൾ ഇൻസിഡൻസ് കേസസ് എന്ന് പറയുന്നത്. ഇൻസിഡൻസ് എന്ന് പറയുന്നത് കേട്ടോ, ഒരു പ്രദേശത്ത് പുതുതായിട്ട് രോഗം ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലൂടെ നമുക്ക് രോഗം എത്രത്തോളം പെട്ടെന്ന് വ്യാപിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ കൊറോണ ബാധിച്ച സമയത്ത് ഇപ്പൊ ആദ്യം ഇന്ന് 2 പേർക്ക് ഡിറ്റക്ട് ചെയ്തു, പിന്നത്തെ ദിവസം 3 പേർക്ക് ഡിറ്റക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ കൂടി എണ്ണം കൂടി വരെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ലേ? പുതിയ കേസുകള് ലേറ്റ് ആയിട്ടാണോ ഡിസീസസ് കണ്ടെത്തുന്നത്? പുതുതായി ഉണ്ടാകുന്ന കേസസുകളാണ് അല്ലെ, പുതുതായിട്ട് ഉണ്ടാകുന്ന, ലേറ്റ് അല്ല, പുതുതായിട്ട് ഉണ്ടാകുന്നത് നിശ്ചിത കാലങ്ങളിൽ പുതുതായി ഉണ്ടാകുന്ന രോഗങ്ങളുടെ കേസുകളുടെ എണ്ണമാണ് എന്താ ഇൻസിഡൻസ് എന്ന് പറയുന്നത്. രോഗം എത്ര വേഗത്തിൽ പടരും എന്നും നമുക്കിത് അറിയാൻ സാധിക്കുന്നു. ഇനി ഈ രോഗസാധ്യത ഉള്ളവർ അല്ലെങ്കിൽ രോഗം സാധ്യതയുള്ള ആൾക്കാർക്ക് എത്ര പേർക്കും രോഗം വന്നു എന്ന് കാണിക്കാനായിട്ട് നമുക്ക് ഇൻസിഡൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എത്രത്തോളം റിസ്ക് ഉള്ള ആൾക്കാരുണ്ടെന്നും അല്ലെങ്കിൽ അവരുടെ സിംറ്റംസ് കാണിക്കുന്ന ആൾക്കാരൊക്കെ എത്രത്തോളം ഉണ്ടെന്നും നമുക്ക് ഇൻസിഡൻസ് ഫോർമുല വെച്ചിട്ട് കണ്ടെത്താനായിട്ട് സഹായിക്കും. ഓക്കെ, അതിന്റെ ഫോർമുല എങ്ങനെയാണ്? ഇൻസിഡന്റ് റേറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസസ് ഇൻ എ given time period divided by total person time at a risk during the follow-up period. So incident rate എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് ന്യൂ കേസസ് ഡിസീസസ് ഇൻ എ given time of period. ഒരു പീരീഡിൽ എത്രത്തോളം പുതിയ കേസസുകൾ കണ്ടെത്തിയിട്ടുണ്ട്, അതിന്റെ നമ്പർ ഓഫ് എണ്ണം അല്ലെ, ആ ഒരു പീരീഡിലുള്ള പുതിയ കേസസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ് നോക്കുന്നത്?
ടോട്ടൽ പേഴ്സൺ ടൈം അറ്റ് റിസ്ക് ഡ്യൂറിംഗ് ദ ഫോളോ പീരീഡ്. ആ പീരീഡിൽ അപകട സാധ്യതയുള്ള മറ്റേതെന്താണ് 100 കേസുകളാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ ടോട്ടൽ പേഴ്സൺ അതായത് റിസ്ക് അപകട സാധ്യതയുള്ളവരുടെ എണ്ണം ഡിവൈഡഡ് ബൈ. ഇങ്ങനെയാണ് ഇൻസിഡന്റ് റേറ്റ് നമ്മൾ കണ്ടെത്തുന്നത്. പുതിയതായിട്ടുള്ള രോഗികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ അപകട സാധ്യതയുള്ള രോഗികളുടെ എണ്ണം. അങ്ങനെയാണ് നമ്മൾ എന്ത് കാണുന്നത് ഇൻസിഡന്റ് റേറ്റ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ പിള്ളേരെ? പുതിയ രോഗബാധിതരുടെ എണ്ണം ഡിവൈഡഡ് ബൈ അപകട സാധ്യത റിസ്ക് ഉള്ള ആ ഒരു പീരീഡിലുള്ള ആളുകളുടെ എണ്ണമാണ്. ആ ഒരു ഫോർമുലയിലാണ് നമ്മൾ ഇൻസിഡന്റ് റേറ്റ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ പറഞ്ഞത്? ഫോർമുല മനസ്സിലായോ? മനസ്സിലായില്ല? ഓക്കെ. ഒരു നിശ്ചിത കാലയളവിൽ ഉണ്ടായ പുതിയ രോഗങ്ങളുടെ എണ്ണം. മനസ്സിലായോ? ഒരു നിശ്ചിത കാലയളവിൽ ഉണ്ടായ പുതിയ രോഗം ന്യൂ കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ഇത് വരാൻ അപകട സാധ്യതയുള്ള ജനങ്ങളുടെ എണ്ണം. അതായത് സിംറ്റംസ് അല്ലെങ്കിൽ അത് ഇത്ര പേർക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യൂലേ, ആ ആൾക്കാരുടെ എണ്ണം അങ്ങനെയാണ്. അത് തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസിഡന്റ് റേറ്റ് കണ്ടെത്തുന്നത്. അപ്പൊ മനസ്സിലായോ? നിശ്ചിത കാലയളവിൽ ഉണ്ടായ പുതിയ രോഗകേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ രോഗസാധ്യതയുള്ള ജനസംഖ്യ. ഓക്കെ. ഇനി മനസ്സിലാവാത്തവരുണ്ടോ? ഇൻസിഡന്റ് റേറ്റ് ഇത്ര പേർക്ക് രോഗമുണ്ട്, അതാണ് പുതിയ കേസുകൾ. അവരെ നമ്മൾ ആരായിട്ട് ഡിവൈഡ് ചെയ്തു? ഈ ഒരു അസുഖം വരാൻ സാധ്യതയുള്ള ഈ റിസ്ക് വരാൻ സാധ്യതയുള്ള ആൾക്കാരുടെ എണ്ണം കൊണ്ട് ഹരിച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഇൻസിഡന്റ് റേറ്റ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ? ക്ലിയർ ആണോ? ഇവിടെ മനസ്സിലായില്ലേ ഇൻസിഡന്റ് റേറ്റ്? ഓക്കെ. ഇനി ഇൻസിഡന്റിന്റെ കീ എലമെന്റ്സ് ഏതൊക്കെയാണ്? 3 കീ എലമെന്റ്സ് ആണ് ഇതിനുള്ളത്. ഓക്കെ. 3 key elements ഉണ്ട്. Only new cases included in numerator. Total population at risk in denominator. Time element period over which recent cases defect. നമ്മൾ ഈ ഇൻസിഡന്റ് റേറ്റിന് 3 എലമെന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോർമുല നമ്മൾ നോക്കുന്നത്. ഒന്ന് എന്താണ്? പുതിയ രോഗകേസുകൾ എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതാണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുന്നത്? ന്യൂമറേറ്റർ ആയിട്ട് നമ്മൾ ഉൾപ്പെടുന്നത് ന്യൂ കേസുകൾ മാത്രം. ഓക്കെ. ഇനി രണ്ടാമതായിട്ട് ഉൾപ്പെടുന്നത് എന്താണ്? ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻ ദ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ ആയിട്ട് നമ്മൾ ഇടുന്നത് എന്താണ്? രോഗസാധ്യതയുള്ള റിസ്ക്, രോഗം വരാൻ സാധ്യതയുള്ള ജനസംഖ്യയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഡിനോമിനേറ്റർ ഇടുന്നത്. ഇനി ടൈം എലമെന്റ് എന്ന് പറയുന്ന ഒരു ഘടകം കൂടി ഇതിൽ എലമെന്റ് ആയിട്ട് വരുന്നത്. ടൈം എലമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പീരീഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് ഡിഫക്റ്റഡ്. പീരീഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് ഡിഫക്റ്റഡ് എന്താണ്? ഒരു നിശ്ചിത സമയ പരിധിക്കുള്ളിൽ വരുന്ന രോഗങ്ങളുടെ കണക്കും കൂടി നമ്മൾ എന്താണ് ഇതില് എലമെന്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു നിശ്ചിത പീരീഡില് ഒരു നിശ്ചിത സമയപരിധി കൂടി നമ്മൾ ഇതിനകത്ത് പരിഗണിക്കുന്നുണ്ട്. ഓക്കെ. 3 കാര്യങ്ങളാണ് ഇൻസിഡന്റ് റേറ്റിൽ നമ്മൾ നോക്കുന്നത്. ഒന്ന് ന്യൂമറേറ്റർ ആയിട്ട് നമ്മൾ ന്യൂ കേസുകൾ ഉൾപ്പെടുന്നു. ഡിനോമിനേറ്റർ ആയിട്ട് എന്താണ്? വരാൻ അപകട സാധ്യതയുള്ള പോപ്പുലേഷന്റെ എണ്ണം നോക്കുന്നുണ്ട്, ടോട്ടൽ പോപ്പുലേഷൻ നോക്കുന്നുണ്ട്. പിന്നെ അതേപോലൊപ്പം തന്നെ എന്താണ്? നമ്മളൊരു നിശ്ചിത സമയപരിധി കൂടി ഇതിനകത്ത് പരിഗണിക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെ 3 എലമെന്റ്സ് ആണ് ഇതിൽ വരുന്നത്, ഇൻസിഡൻസ് റേറ്റ്സിൽ വരുന്നത്. ഓക്കെ. ഇനി 2 മെയിൻ ടൈപ്സ് ഓഫ് ഇൻസിഡൻസ് ആണ് നമുക്കുള്ളത്. 2 ടൈപ്പ് ഓഫ് ഇൻസിഡൻസ് ഉണ്ട്. ഒന്ന് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് ഉണ്ട്, ഇൻസിഡൻസ് റേറ്റ് ഉണ്ട്, അഥവാ ഇൻസിഡന്റ് ഡെൻസിറ്റി എന്ന് പറയും. എന്താണ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്? പഠിക്കണേ. ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് ആകെ എത്ര പേർക്ക് രോഗം വരുന്നു എന്ന് കണ്ടെത്തുന്നതാണ് എന്ത്? ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഒരു കാലയളവിൽ രോഗം വന്ന് ആകെ പുതിയ കേസുകളാണെങ്കിൽ വരുന്നത് ക്യുമുലേറ്റീവ് ഇൻസിഡൻസിൽ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കാലയളവിൽ ഏകദേശം ഒരു കാലയളവിൽ എത്ര പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ്. മനസ്സിലായോ? മനസ്സിലായോ?
എന്താണ് ക്യുമുലേറ്റീവ് ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഒരു കാലയളവിൽ രോഗം വന്ന ആകെ പുതിയ കേസുകളുടെ എണ്ണമാണ്. ഓക്കെ, അപ്പൊ ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അഥവാ ഇൻസിഡന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു നിശ്ചിത സമയത്ത് ആ രോഗം ഉണ്ടാക്കുന്ന നിരക്കാണ് അല്ലെ. ഒരു നിശ്ചിത സമയത്ത് ആ രോഗം ഉണ്ടാക്കുന്ന നിരക്കാണ്, അതിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ റേറ്റ് ആണ് എന്താ ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത്. മറ്റത് എന്താണ് ക്യുമുലേറ്റീവ് ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കാലയളവിൽ എത്രത്തോളം ആൾക്കാർക്ക് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. രണ്ടാമത് എന്താണ് ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ആ രോഗത്തിന്റെ നിരക്ക്, ആ രോഗം ഉണ്ടാക്കുന്ന നിരക്ക്, അതിന്റെ റേറ്റ് ആണ് എന്ത് ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, കുഞ്ഞു പിള്ളേരെ മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസിഡൻസ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസിഡൻസ്, ഈ ഇൻസിഡൻസിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്. Address the question how far the condition is. ഒരു രോഗം എത്രത്തോളം വ്യാപിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു രോഗം എത്രത്തോളം വ്യാപിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. A measure of risk of diseases but should be for a stipulated time period. A measure of risk diseases but should be for a stipulated time period. രണ്ടാമത് എന്താ പറയുന്നത്? മിനിറ്റ്, ഒരു രോഗത്തിന്റെ സാധ്യതയും അളവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് എത്രത്തോളം പീരീഡ് അത് നീണ്ടു നിൽക്കുന്നു എന്ന് കൂടി നമുക്ക് അറിയാനായിട്ട്, മെഷർ ചെയ്യാനായിട്ട് കൂടി സാധിക്കുന്നു. രോഗം എത്രത്തോളം നീണ്ടു നിൽക്കുന്നു എന്നും അതോടൊപ്പം തന്നെ എന്താണ് അത് എത്രത്തോളം നിശ്ചിത കാലയളവിലേക്ക് ആയിരിക്കണമെന്നൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. Then express the risk of having an outcome for population that is not for a single person. Express the risk of having an outcome for the population at a risk of this not for a single person. എന്താണ് പറയുന്നത്? ഒരു വ്യക്തിയെ മാത്രമാണോ നമുക്ക് ഈ രോഗത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഒരു വ്യക്തിയെ മാത്രമാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഒരു സിംഗിൾ പേഴ്സണെ മാത്രമാണോ നമ്മൾ ഈ രോഗാവസ്ഥ കണ്ടെത്തുന്നത്? അല്ല, അപകട സാധ്യതയുള്ള ജനങ്ങളെ പൂർണ്ണമായിട്ട് നമുക്ക് എന്താണ് കണ്ടെത്താനായിട്ട് സഹായിക്കുന്നു അല്ലെ. ഒരാളെ മാത്രം ഡിറ്റക്ട് ചെയ്യുന്നതല്ല, അപകട സാധ്യത എത്രത്തോളം ആൾക്കാർക്ക് വരാൻ പോകുന്നുണ്ടെന്ന് കൂടി നമുക്ക് ഇൻസിഡൻസ് റേറ്റ്സിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, then population must be free of diseases at the beginning of the study. Population must be free of diseases at the beginning of the study. എന്താണ്? നമ്മൾ ഈ പഠനം നടത്തുന്ന സമയത്ത് ഡിസീസസ് ഉണ്ടാകാൻ പാടില്ല, ആണോ? ജനസംഖ്യ എങ്ങനെയായിരിക്കണം ബിഗിനിങ്? ഈ ഒരു സ്റ്റഡി നടത്തുന്ന സമയത്ത് പോപ്പുലേഷൻ ഡിസീസസ് ഉണ്ടായിരിക്കണോ? ആ ഒരു സമയത്ത് രോഗം ഉണ്ടാവാൻ പാടില്ല അല്ലെ. പഠനം തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കണം എന്താ രോഗമുക്തമായിരിക്കും അല്ലെ. രോഗവിമുക്തമായിരിക്കുന്ന സമയത്തായിരിക്കണം നമ്മള് ഈ ഇൻസിഡൻസ് കണ്ടെത്തേണ്ടത് അല്ലെ. അതായത് ഒരു രോഗം ഡിറ്റക്ട് ചെയ്യണം, ആദ്യം മുതൽ ഡിറ്റക്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം അല്ലെ. അങ്ങനെയാണ് ഈ ഇൻസിഡൻസ് ഉണ്ടാകുന്നത്. പുതിയ രോഗങ്ങൾ ഡിറ്റക്ട് ചെയ്യാനായിട്ട് എന്താണ് ആദ്യം ജനസംഖ്യ രോഗവിമുക്തമായിരിക്കണം, രോഗങ്ങളില്ലാത്തൊരു അവസ്ഥയിലായിരിക്കണം പുതിയ കേസുകൾ കണ്ടെത്താൻ സാധിക്കുന്നത്. ഓക്കെ, അതൊക്കെയാണ് അതിന്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കേട്ടോ. യെസ്, ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. പറഞ്ഞത് മനസ്സിലായോ? ഇനി യൂസ് ഓഫ് ഇൻസിഡൻസ് ആണ് കേട്ടോ. എക്സ്പ്ലെയിൻ ദ റിസ്ക് ഓഫ് ഡിസീസസ് occurrences over time. റിസ്ക് ഒക്കെ എന്താണ്? റിസ്ക് ഇൻസിഡൻസ് ഉപയോഗിക്കുമ്പോഴുള്ള ഇതിന്റെ യൂസസ് എന്താണ്? ഈ ഇൻസിഡൻസ് ഉപയോഗിച്ച് നമുക്ക് എന്താണ് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? യൂസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഒരു 4 പോയിന്റ്സ് ഉണ്ട്, പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങള്.
എന്താണ് explain the risk of disease occurrence of the time എന്താണ് over the time എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയത്തിനനുസരിച്ച് നമുക്ക് രോഗസാധ്യത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു അല്ലെ നിശ്ചിത സമയത്തിനുള്ളിൽ എന്താണ് രോഗസാധ്യത മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു യൂസ്ഫുൾ ഇൻ പ്ലാനിംഗ് ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ് ആസ് ടു പ്രിപ്പയർ റിസോഴ്സ് ടു കോമ്പാക്ട് ഈവന്റ്സ് പ്രതിരോധമായിട്ടുള്ള നടപടികൾ അല്ലെ ആരോഗ്യപരമായിട്ടുള്ള പ്രതിരോധ നടപടികൾ ആസൂത്രണം ചെയ്യാനായിട്ട് ഈ ഒരു ഇൻസിഡൻസ് ഇവന്റ്സുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് compare the risk of the diseases between two or more populations നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു എന്ത് കമ്പയർ ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻസിഡൻസ് വിവിധ ജനവിഭാഗങ്ങളിലെ രോഗാവസ്ഥകൾ അല്ലെ വിവിധ ജനവിഭാഗങ്ങൾക്കുള്ളിൽ അതായത് ഒന്നോ അതിൽ കൂടുതലോ ജനവിഭാഗങ്ങളിലെ രോഗസാധ്യതകൾ താരതമ്യം ചെയ്യാനായിട്ട് ഇൻസിഡൻസ് സഹായിക്കുന്നു ഒന്നോ അതിൽ കൂടുതലുള്ള രോഗാവസ്ഥകളുള്ള പോപ്പുലേഷനെ നമുക്ക് എന്താണ് കമ്പയർ ചെയ്യാനായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് ഇൻസിഡൻസ് സഹായിക്കുന്നു as the incident rate are influenced by any factor and detecting the risk factors as the incidence rates are influenced by any factor and detect the risk factors എന്താ പറയുന്നത് അടുത്ത യൂസ് എന്താണ് രോഗത്തിന് കാരണമാകുന്ന ഘടകങ്ങളെ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ ഒരു രോഗത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് ഓൾറെഡി ആ ഒരു മെഷർമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു ഓക്കെ അതായത് ഒരു രോഗം വരാൻ കാരണമായിട്ടുള്ള സിറ്റുവേഷൻസുകൾ എന്തൊക്കെയാണ് അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനായിട്ട് ഇൻസിഡൻസ് സഹായിക്കുന്നു ഓക്കെ അപ്പൊ ഇൻസിഡൻസിന്റെ യൂസ് ആണ് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇത്രത്തോളം രോഗം വരാൻ സാധ്യത എന്നത് കണ്ടെത്താൻ സഹായിക്കും പിന്നെ എന്താണ് പ്രതിരോധ നടപടികൾ അതായത് പുതിയ പ്രിവെന്റീവ് പ്ലാൻ മെഷേഴ്സ് സ്വീകരിക്കാൻ സഹായിക്കും മറ്റ് പോപ്പുലേഷൻസുമായിട്ട് നിർത്താതെ മറ്റ് ജനവിഭാഗങ്ങളുടെ അവസ്ഥകളുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു അതോടൊപ്പം തന്നെ എന്താണ് ഒരു രോഗത്തിന് കാരണമാകുന്ന അപകട ഘടകങ്ങൾ റിസ്ക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്താനും ഇൻസിഡൻസ് യൂസ് ചെയ്യുന്നു ഓക്കെ മനസ്സിലായോ പിള്ളേരെ okay next one importance of incidents it's helpful importance of incidents ആണ് ഇൻസിഡൻസിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത് കേട്ടോ it pathogenesis to find diseases distribution to control diseases to restrain and therapeutic measurements health policies making ഇൻസിഡൻസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് നമുക്ക് രോഗം എങ്ങനെ ഇൻ പതോജനിസിസ് എന്ന് പറയുന്നത് ഒരു രോഗം എങ്ങനെ വികസിക്കുന്നു എന്ന് പഠിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു വികസിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു ഓക്കെ ഒരു രോഗം എങ്ങനെ വികസിക്കുന്നു എന്ന് കണ്ടെത്താനായിട്ട് സഹായിക്കുന്നു ടു ഫൈൻഡ് ദ ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ രോഗവിതരണം ഒരു രോഗം എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നത് എന്ന് കണ്ടെത്താൻ സഹായിക്കുന്നു ടു കൺട്രോൾ ഡിസീസസ് രോഗനിയന്ത്രണ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നു അതായത് അസുഖങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും അത് നിയന്ത്രിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങും അല്ലെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ എന്തായാലും നിയന്ത്രണ മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചേ പറ്റും അത് കൺട്രോൾ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇത് സഹായിക്കുന്നു then in restraint and therapeutic measurements in restraint and therapeutic measurements എന്താണ് നമ്മൾ പല ആൾക്കാരെയും ചികിത്സകൾ ടെസ്റ്റുകൾ ചെയ്യുന്ന ആ ചികിത്സാ ഫലങ്ങൾ നമുക്ക് എന്താണ് വിലയിരുത്താനായിട്ട് ഇൻസിഡൻസ് സഹായിക്കും പല ആളുകളുടെയും ടെസ്റ്റ് റിസൾട്ടിൽ പല പല വേരിയേഷൻസ് കാണാൻ സാധിക്കും അപ്പൊ ആ ചികിത്സാ ഫലങ്ങൾ ഉദ്ദേശിച്ചിട്ട് എന്താണ് എത്രത്തോളം ഇതിനെ വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് എന്താണ് അറിയാൻ സാധിക്കും ഈ രോഗങ്ങളിൽ ആർക്കൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ നമുക്ക് ആ ചികിത്സാ ഫലങ്ങളിലൂടെ മനസ്സിലാക്കാം then in ഹെൽത്ത് പോളിസീസ് മേക്കിംഗ് ആരോഗ്യ നയങ്ങൾ രൂപപ്പെടുത്താനായിട്ടും ഇൻസിഡൻസുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആരോഗ്യ നയങ്ങൾ അതായത് ഇത്രത്തോളം അസുഖങ്ങൾ ഇവിടെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് വന്നത് കൊണ്ട് തന്നെ എന്താണ് പുതിയ ആരോഗ്യ പദ്ധതികൾ നമുക്ക് തയ്യാറാക്കാനായിട്ടും ഇൻസിഡൻസുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കേട്ടോ എന്താണ് ഒരു രോഗം എങ്ങനെ വികസിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഒരു രോഗത്തിന്റെ വിതരണം അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു ആ ഡിസീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു
ചികിത്സാ ഫലങ്ങൾ മെഷർ ചെയ്യാൻ സാധിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പുതിയ പോളിസീസുകൾ മേക്ക് ചെയ്യാനായിട്ട് ഇൻഷുറൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. അതൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇന്ന് വായിച്ചു നോക്കാമോ? വായിക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാണ്ടൊന്നും പോണില്ലല്ലോ? കാര്യം പിടികിട്ടുന്നില്ലേ? പിള്ളേരെ കേട്ടുണ്ടോ? ഒന്നും മനസ്സിലാവാണ്ടിരിക്കണമെന്നില്ലല്ലോ? വ്യക്തമാവുന്നില്ലേ കാര്യങ്ങൾ പറയുന്നത്? പ്ലീസ് റെസ്പോണ്ട്. ഓക്കെ, നമുക്കിനി ഇതിന്റെ ചാലഞ്ചസ് നോക്കാം കേട്ടോ. ചാലഞ്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ ഇതൊന്ന് സമ്മപ്പ് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. ചാലഞ്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ്. ഇത് വായിക്കുന്നില്ല, നിങ്ങൾ സമയം പോലെ വായിച്ചു വെക്കാൻ മതി കേട്ടോ. എന്തൊക്കെ വെല്ലുവിളികളാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്നത് നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അല്ലെ. ഇപ്പൊ പഴയ കാലഘട്ടങ്ങൾ പോലെയല്ല ഈ ഒരു കാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് വന്നതുകൊണ്ട് തന്നെ എന്താണ് അല്ല, ശാസ്ത്ര പുരോഗതി ആയതുകൊണ്ട് തന്നെ എന്താണ് ഒരുപാട് കണ്ടുപിടുത്തങ്ങളിലൂടെ അല്ലെങ്കിൽ പുതിയ ഫെസിലിറ്റീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ആണ് ഇപ്പൊ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനാൽ തന്നെ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നതില് അവര് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഓക്കെ, അപ്പൊ മെഡിക്കൽ ശാസ്ത്രത്തിൽ ഈ ആരോഗ്യ പുതിയ പ്രോഗ്രസ്, ടെക്നോളജിക്കൽ പ്രോഗ്രസ് ശരിക്കും നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ സിസ്റ്റത്തിനെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഫെസിലിറ്റീസ് വന്നതോടുകൂടി തന്നെ എന്താണ് ഹോസ്പിറ്റലുകൾക്കിടയിൽ തന്നെ ഒരു മത്സരം ആരംഭിക്കാൻ തുടങ്ങി അല്ലെ. പുതിയ പരിശോധനാ രീതികൾ നമ്മുടെ കൊണ്ടുവന്നു, പുതിയ രീതിയിലുള്ള പരിശോധനാ രീതികൾ കൊണ്ടുവന്നു. അപ്പൊ മറ്റു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ചില ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ടായില്ല, അപ്പൊ അവര് തമ്മിലുള്ള ഒരു മത്സരങ്ങൾ പറയേണ്ടി വന്നു. പിന്നെ എന്താണ് ഉയർന്ന ഇത്തരം അഡ്വാൻസ്മെന്റ് ടെക്നോളജീസ് ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ എക്സ്പെൻസ് കൂടാൻ തുടങ്ങി. അതൊരു വലിയ ചാലഞ്ച് തന്നെയാണ് അല്ലെ. എക്സ്പെൻസ് ചിലവ് കൂടാൻ തുടങ്ങി. ഇത്തരം ഫെസിലിറ്റീസ് ഒക്കെ കൂടുന്നത് കൂടി തന്നെ എന്താണ് അതിന്റെ ഇത്രയും എക്യുപ്മെന്റ്സിന്റെ വിലകൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്സ്പെൻസ് കൊടുക്കേണ്ട മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ പുതിയ ടെക്നോളജി വന്നതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. അതിനാൽ തന്നെ എന്താണ് എക്സ്പെൻസ് അവിടെ കൂടുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലെ സർജറികളുടെ ഒക്കെ പ്രധാന എമൗണ്ട് കൂടാൻ തുടങ്ങി അല്ലെ. സർജറിയുടെ ഒക്കെ സാധാരണ സർജിക്കൽ പ്രൊസീജിയറും ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറിന്റെ ഒക്കെ എന്താണ് ഒരു എക്സ്പെൻസ് കൂടാനായിട്ട് ആരംഭിച്ചു, ചെലവ് കൂടിയതായി തുടങ്ങി. പിന്നെ മറ്റു സ്വകാര്യ ഹോസ്പിറ്റലുകളുമായിട്ട്, മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലുമായിട്ട് ശരി നല്ല രീതിയിലൊരു മത്സരം ഈ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അതായത് ചികിത്സേനേക്കാൾ കൂടുതൽ ഫെസിലിറ്റീസിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ. ബെറ്റർ സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനേക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യാൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് നിലകൊള്ളാനാണ് എല്ലാ ഹോസ്പിറ്റൽസിനും ആരംഭിക്കുന്നത്. നമ്മുടെ ചികിത്സ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ശരിക്കും അത് ബിസിനസ് എന്ന രീതിയിലാണ് പല ഹോസ്പിറ്റൽസിലും കാണുന്നത്. എല്ലാ ഹോസ്പിറ്റൽസിലല്ല നമ്മളോട് പറയുന്നത്, എന്നാൽ പോലും ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. ഇനി ഈ ഇപ്പൊ നമ്മുടെ ജനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ മണ്ടന്മാരല്ല അല്ലെ. ഇപ്പോഴത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ് ഹെൽത്ത് ഫെസിലിറ്റീസ്, ഏറ്റവും നല്ല ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ ആളുകൾ കൂടുതൽ എന്താണ് ഏറ്റവും നല്ല ആരോഗ്യ മികച്ച സേവനങ്ങൾ മാത്രമാണ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓരോ ഹോസ്പിറ്റലിലും ചൂസ് ചെയ്യുന്നത്. അപ്പൊ അവരാഗ്രഹിക്കുന്ന ഓരോ പേഷ്യന്റ് ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ടുള്ള സർവീസസ് ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പറ്റാണ്ടാവുന്നത് എന്താണ് അവിടെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെ. അപ്പൊ ഫെസിലിറ്റീസ് ഒരുക്കുന്നതാണ് അവര് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും വലിയൊരു വെല്ലുവിളികൾ എന്ന് പറയുന്നത്. പിന്നെന്താണ് രോഗികളുടെ അഭിപ്രായങ്ങളൊക്കെ. ഇപ്പൊ ഈ ഒരു കാലഘട്ടം നമ്മളിപ്പോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഒക്കെ വന്നു തുടങ്ങി അല്ലെ. അപ്പൊ പേഷ്യൻസിന് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ പേഷ്യൻസിന്റെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്സ് ഒക്കെ വരുമ്പോ എന്താണ് ആ ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് വിമർശിക്കുന്നുണ്ട് അല്ലെ.
ചിലപ്പോൾ അവർക്ക് സർവീസസിനെ കുറിച്ചിട്ടായിരിക്കാം, മറ്റു ഫെസിലിറ്റീസിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് സ്റ്റാഫിന്റെ ബിഹേവിയർ ആയിരിക്കാം, ട്രീറ്റ്മെന്റ്സിന്റെ ആവാം, പ്രൊസീജിയർ ആവാം, ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് അയച്ചിട്ടുള്ള കംപ്ലൈൻസുകളാണെങ്കിൽ ഇപ്പൊ പേഷ്യൻസ് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായിട്ട് നമ്മളൊരു സർവേ വരെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരം അഭിപ്രായങ്ങളുണ്ട്, അതൊക്കെ അവർ പറയുന്ന അഭിപ്രായങ്ങൾ ശരിക്കും പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ വെല്ലുവിളി നേരിടുന്ന ഒരു ചാലഞ്ച് തന്നെയാണ്. അതായത് ഇത്രയും പ്രശ്നങ്ങൾ, അതായത് ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും നല്ല ഫെസിലിറ്റി ആഗ്രഹിച്ചു വന്നിട്ട് അത് കിട്ടാണ്ടാവുമ്പോഴും എന്താണ് പേഷ്യൻസ് അവിടെ നിരാശരാണ്. ട്രീറ്റ്മെന്റിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പേഷ്യന്റ് ആണ് അവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന രീതിയിലുള്ള ചികിത്സാ പദ്ധതികളും അറേഞ്ച്മെന്റ്സും കൊടുക്കുക എന്നുള്ളത് ഇവർ നേരിടുന്ന മെയിൻ വെല്ലുവിളികളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ. യെസ്, അപ്പൊ ഇത് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഈ ചാലഞ്ചസിന് നമ്മൾ കുറച്ച് പോയിന്റ്സ് ആക്കിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചാലഞ്ചസ് ഇപ്പോൾ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്നത് 3 കാറ്റഗറി ചാലഞ്ച് ആണ്. ഒന്ന് പേഷ്യന്റ് സർവീസ് ചാലഞ്ച് ഉണ്ട്, ഇന്റേണൽ ചാലഞ്ച് ഉണ്ട്, എക്സ്റ്റേണൽ ചാലഞ്ച് ഉണ്ട്. ഇപ്പൊ ഓരോന്നായി നോക്കാം. ടീച്ചർ പറഞ്ഞത് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് കേട്ടോ. പേഷ്യന്റ് സർവീസ് ചാലഞ്ച് എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന പേഷ്യന്റ് സർവീസ് ചാലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ക്വാളിറ്റി കെയർ കൊടുക്കണം. ക്വാളിറ്റി കെയർ കൊടുക്കാൻ പറ്റാത്തത് ഒരു ചാലഞ്ച് ആണോ? നമ്മൾ എങ്ങനെയുള്ള കെയർ ആയിരിക്കണം കൊടുക്കേണ്ടത്? ക്വാളിറ്റി കെയർ ആയിരിക്കണം കൊടുക്കേണ്ടത്. അത് കൊടുക്കാൻ പറ്റാത്തത് ഒരു ചാലഞ്ച് തന്നെയാണ്. പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആക്കണം അല്ലെ, പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആക്കണം. ഇതൊരു ചാലഞ്ച് ആണോ? പേഷ്യന്റ് ഒരു രോഗിയെ സംതൃപ്തനാക്കുക എന്ന് പറയുന്നത് ചാലഞ്ച് തന്നെയാണ് അല്ലെ. അതുപോലെ ന്യൂ ടെക്നോളജീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ, ന്യൂ ഫെസിലിറ്റീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. സർവീസ് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അവർക്ക് കൊടുക്കുന്ന സേവനങ്ങൾ എത്രത്തോളം ഒരു നിശ്ചിത പീരീഡിലേക്ക് മാത്രമല്ല, രോഗിക്ക് എത്രയാണോ അവർ വരുന്നത് അതിനനുസരിച്ചുള്ള ഏറ്റവും നല്ല സർവീസ് അവർക്ക് കൊടുക്കാൻ പറ്റണം. ദെൻ ഓവർ ക്രൗഡിങ് എന്താണ്? ഒരുപാട് പേഷ്യന്റ് അറ്റേ ടൈമിൽ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, അവരെല്ലാവർക്കും ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന ഒരു ചാലഞ്ചാണ് അല്ലെ. അതായത് പ്രത്യേകിച്ച് നമുക്ക് കോവിഡ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ പോലെ സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പേഷ്യന്റിനെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിരിച്ചുവിടുകയല്ല ചെയ്യുന്നത്. എന്താ ചെയ്യേണ്ടത്? അവർക്ക് അതിനെ പറ്റിയ ട്രീറ്റ്മെന്റ് അവിടെ കൊടുക്കാൻ പറ്റണം അല്ലെ. അതങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ്, അവരത് ഫേസ് ചെയ്യുന്ന വലിയൊരു ചാലഞ്ച് തന്നെയാണ്. പേഷ്യന്റ് സർവീസുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് ഏതൊക്കെയാണ്? ഒന്ന് ക്വാളിറ്റി കെയർ കൊടുക്കാൻ പറ്റാത്തത്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ന്യൂ ടെക്നോളജി, സർവീസ് എക്സ്പാൻഷൻ ആൻഡ് ഓവർ. ഓക്കെ, മനസ്സിലായോ? ഇനി ഇന്റേണൽ ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഇന്റേണൽ ചാലഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? വിത്തിൻ ദ ഹോസ്പിറ്റൽ ചാലഞ്ച്. ഹോസ്പിറ്റലിനകത്ത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് അല്ലെ. ഒന്ന് ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെ. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം അല്ലെ. ഏത് ഡിപ്പാർട്ട്മെന്റ്സിലാണെങ്കിലും എന്താണ്, ക്വാളിറ്റി സർവീസസ് ഒരേപോലെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അത് പറ്റുന്നില്ലെങ്കിൽ അത് നേരിടുന്ന മെയിൻ ചാലഞ്ച് തന്നെയാണ് അല്ലെ. പിന്നെ കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. ഇതാണ് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. കോസ്റ്റ് കൺട്രോൾ ആൻഡ് ഫിനാൻസ് ലിമിറ്റേഷൻസ് അല്ലെ. ഹോസ്പിറ്റലിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, നമുക്കറിയാം മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ്സുമായി ബന്ധപ്പെട്ട് എന്താണ്, ഒരുപാട് എക്സ്പെൻസ് കൂടുതലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. പല കാര്യങ്ങൾ, പല മെറ്റീരിയൽസിന്റെ ഭാഗമായിട്ടൊക്കെ എന്താണ്, ഒരുപാട് മെറ്റീരിയൽസ് അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്. അല്ലാതെ ഈ ഒരു മെറ്റീരിയൽസിന്റെ മാത്രമല്ലാതെ അനാവശ്യ രീതിയിൽ നമ്മൾ എന്താണ്, ഹോസ്പിറ്റലിനകത്ത് തന്നെ പണച്ചെലവുകൾ വരുന്നുണ്ട്. അപ്പൊ അവിടെ അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ്. പണം മിതമായ രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ അത് വിനിയോഗിക്കാത്തത് കൊണ്ടാണ് അവിടെ ഓവറായിട്ടുള്ള എക്സ്പെൻസസുകൾ വരുന്നത്. ഓക്കെ, അപ്പോ എപ്പോഴും എന്താണ്, ഫിനാൻഷ്യൽ നിയന്ത്രണം ഇല്ലാണ്ടാകുന്നതും അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് തന്നെയാണ്. ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ എന്താണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റലിനകത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ചാലഞ്ചസ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും അവർക്ക് അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ച് എപ്പോഴും അവർക്ക് എന്ത് കൊടുത്തിരിക്കണം? അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, അവർക്ക് വേണ്ട എല്ലാത്തരം കോംപ്ലിമെന്റ്സുകൾ കൊടുത്തവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്താണ്, അല്ലെങ്കിൽ എപ്പോഴും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിലോ അവർക്ക് ആ വർക്കിംഗ് ഫീൽഡ് പേഷ്യൻസിനോട് പോലും തന്നെ എന്താണ് ഏറ്റവും നല്ല രീതിയിൽ
ബിഹേവ് ചെയ്യാനോ ട്രീറ്റ് ചെയ്യാനോ അവരെ കെയർ ചെയ്യാനൊന്നും പറ്റാണ്ടോ. അപ്പൊ ഏറ്റവും നല്ല മികച്ച മോട്ടിവേഷൻസ് കൊടുക്കാനായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. അത് അങ്ങനെ കൊടുക്കാൻ പറ്റാണ്ടാവുന്നതും അവർ നേരിടുന്ന വെല്ലുവിളിയാണ്. Then modern information technology. ഇപ്പൊ പുതിയ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം HMS ഒക്കെ അധികം കൈകാര്യം ചെയ്യാൻ അറിയാത്തവരുണ്ടാവും അല്ലെ, ഫ്രഷേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ പുതിയ പുതിയ പേഷ്യൻസ് വരുമ്പോഴും അവരുടെ മുമ്പില് എന്താണ് ഇൻഫോർമേഷൻ എല്ലാ ടെക്നോളജി HMS ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പേഷ്യൻസിന്റെ കാര്യങ്ങൾ പേഷ്യന്റ് ഇൻഡെക്സ് പോർട്ടൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. ഇത് അറിയാൻ പറ്റാത്ത കുറെ സ്റ്റാഫുകളുണ്ട് അല്ലെ. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ എന്ത് കൊടുക്കണം, ഓറിയന്റേഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യണം. അത് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് നമുക്ക് ടെക്നോളജീസ് ഉപയോഗിക്കാൻ കഴിയാനോ. ഓക്കെ, യെസ്, അതും ഒരു ചാലഞ്ച് ആണ്. ദെൻ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റല് മറ്റ് ഹോസ്പിറ്റലുമായിട്ട് എന്താണ് നല്ല രീതിയിൽ ഒരു മത്സരം പങ്കിടുന്നുണ്ട് അല്ലെ, പങ്കിടുന്നുണ്ടോ? യെസ്, ഒരുപാട് ഹോസ്പിറ്റൽസിന്റെ കൂടെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ആ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാണെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റീസിന് തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ അവിടെ വരുന്ന ട്രീറ്റ്മെന്റ്സ്, അല്ലാതെ മെയിൻ ആയിട്ട് ഡോക്ടേഴ്സിന്റെ ട്രീറ്റ്മെന്റ്, ഏറ്റവും നല്ല ഡോക്ടേഴ്സ് ഉള്ള ഹോസ്പിറ്റലാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ചൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനാൽ തന്നെ ആ ഒരു രോഗനിർണയം, രോഗം കൃത്യമായിട്ട് കണ്ടെത്താനും നല്ല രോഗഭേദമാക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം. എല്ലാ ഫെസിലിറ്റീസ് എന്തായിരിക്കണം എന്നത് എല്ലാ ഹോസ്പിറ്റലും ഒരേപോലെ മത്സരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഹോസ്പിറ്റലിനകത്തും എന്തുണ്ട് ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡ് അവിടെ നിൽക്കുന്നുണ്ട്. ആ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മത്സരം അവിടെ നടക്കുന്നുണ്ട്. അതും ഒരു ചാലഞ്ച് തന്നെയാണ്. ദെൻ പവർ ക്രേസ് എന്ന് വെച്ചാൽ അധികാര ഭ്രാന്ത് എന്ന് പറയും. ഇപ്പോ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡ് വഹിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ, ലോ ലെവൽ സ്റ്റാഫുകൾ ഹൈ ലെവൽ പൊസിഷൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെയല്ലേ, കണ്ടിട്ടില്ലേ? പവർ ക്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷൻ ക്രേസ് എന്ന് വേണമെങ്കിൽ പറയാം. പൊസിഷൻ ക്രേസ് എന്ന് പറയാം. സ്റ്റാഫുകൾക്കിടയിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു മത്സരം വരുന്ന സമയത്ത് എന്താണ് അവിടെ ബിഹേവിയറൽ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. സ്റ്റാഫുകൾ തമ്മിൽ ഡിസ്പ്യൂട്ടും തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം തന്നെ ചാലഞ്ചസിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. പവർ ക്രേസ് എന്ന് പറയുന്നത് അധികാരമോഹം അല്ലെങ്കിൽ അധികാര ഭ്രാന്ത് എന്ന് പറയും. ദെൻ മാൻ പവർ മാനേജ്മെന്റ്. ഏറ്റവും ഹാൻഡിൽ ഡിഫിക്കൽട്ട് ആയിട്ട് നമുക്ക് നേരിടാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഹ്യൂമൻ റിസോഴ്സസിന് അല്ലെ. ഡൈനാമിക് നേച്ചർ ആയതുകൊണ്ട് തന്നെ ഇവര് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് പലർക്കും പല സ്വഭാവങ്ങളാണ് അല്ലെ. ഇവര് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ദുർഘടമായ ഒരു കാര്യമാണ്. അപ്പം അതും ഒരു വലിയ ചാലഞ്ച് തന്നെയാണ്. അതായത് ഇത്രയും സ്റ്റാഫുകൾ ഒരു ഹോസ്പിറ്റലിനകത്തുള്ള കംപ്ലീറ്റ് സ്റ്റാഫുകളെ ഓൾ റൗണ്ട് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നതും ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഒരേപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടാവുന്നതും ഒരു വെല്ലുവിളി തന്നെയാണ്. ടെക്നോളജി മാനേജ്മെന്റ്. ടെക്നോളജീസ് അതിനകത്ത് ഹോസ്പിറ്റലിനകത്ത് വരുന്ന ടെക്നോളജീസ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തതും ഒരു ചാലഞ്ച് ആണ്. ഫിക്സഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. എന്താണ് ഫിക്സഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഒരു ഹോസ്പിറ്റൽ വർക്കിംഗ് ഒരു സ്പേസ്, ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയത് അല്ലെങ്കിൽ കർശനമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? ഫിക്സഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഹോസ്പിറ്റൽ എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം അല്ലെ. എപ്പോഴും ഒരു റിജിഡ് കർശനമായിട്ടുള്ള നിയമങ്ങൾ അവിടെ ഉണ്ടാവാൻ പാടില്ല. കാരണം ഒരു വർക്ക് പ്രഷർ വന്നാൽ എന്താണ് ആർക്കും തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആയിരിക്കണം ഹോസ്പിറ്റൽ ഉണ്ടാവേണ്ടത്. അപ്പൊ എപ്പോഴും അത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് രോഗികളെ സംബന്ധിച്ച് ഹോസ്പിറ്റൽ സ്ട്രക്ചർ എപ്പോഴും എങ്ങനെയായിരിക്കണം? ഒരു സ്ട്രക്ചർഡ് ആവണം, ഒരിക്കലും റിജിഡ് ആവാനായിട്ട് പാടില്ല. ഓക്കെ, ഇതൊക്കെയാണ് ഹോസ്പിറ്റലിനകത്ത് വരുന്ന ഇന്റേണൽ ചാലഞ്ചസ് എന്ന് പറയുന്നത് കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന ഇന്റേണൽ ആയിട്ടുള്ള ചാലഞ്ചസ് ആണ്. ഈ പേരുകൾ പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ എക്സ്റ്റേണൽ ചാലഞ്ചസ്. എന്തൊക്കെയാണ് എക്സ്റ്റേണൽ ചാലഞ്ചസ്? ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻ. നിങ്ങൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പഠിച്ചവരല്ലേ? യെസ്. അതിന്റെ പ്രൊസീജിയേഴ്സും റെഗുലേഷൻസും എല്ലാ ബേസിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ പ്രൊസീജിയേഴ്സിലെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിച്ചില്ലെങ്കിൽ ഹോസ്പിറ്റൽ അതിൻ്റെതായിട്ടുള്ള ലയബിലിറ്റീസ് ഫേസ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് നടന്നില്ലെങ്കിലും അത് അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് തന്നെയാണ്. ഓക്കെ, ബയോമെഡിക്കൽ മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ആരെയാണ്? പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. പേഷ്യന്റിന്റെ സേഫ്റ്റി എപ്പോഴും ഉറപ്പുവരുത്തുക അല്ലെ. എന്ത് പ്രൊസീജിയർ ചെയ്യുമ്പോഴാണെങ്കിലും ഇൻ കേസ് അവർ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയറിന് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ പോലും എന്താണ് വരുന്ന പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. ഓക്കെ,
Then right to information. Right to information. എന്താണ് right to information? വിവരങ്ങൾ അറിയാനുള്ള അവകാശം ആർക്കാണ്? പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് A to Z കാര്യങ്ങൾ അവരുടെ ചികിത്സാ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാനുള്ള അവകാശങ്ങളുണ്ട്. അത് പ്രോപ്പർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെ. അതായത് ഇപ്പൊ അവർ എന്ത് സംശയങ്ങൾ ചോദിച്ചാലും എന്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും ക്രിട്ടിസൈസ് ചെയ്താൽ പോലും എന്താണ് അതിനെ പറഞ്ഞു നിൽക്കാനും അതിനുള്ള ഉത്തരങ്ങൾ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനായിട്ട് നിൽക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റാണ്ടാവരുത് ഒരിക്കലും അല്ലെ. പറ്റാണ്ടാവുന്നതാണ് ഒരു ചാലഞ്ച് ആയിട്ട് പറയുന്നത്. ഓക്കെ, പേഷ്യൻസിന്റെ ചികിത്സകളിലൊക്കെ എന്തെങ്കിലും പിഴവുകൾ വന്നു കഴിഞ്ഞാൽ കൺസേൺസ് ഉണ്ടെങ്കിൽ അതായത് സമ്മതം ഇല്ലാതെയാണ് പേഷ്യന്റിനെ ചികിത്സിക്കുന്നതെങ്കിൽ അതിന്റെ ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ആ ലീഗൽ കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് പേഷ്യൻസിന് പല സംശയങ്ങൾ ഉണ്ടായിരിക്കും. അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ ആരാണ്? അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ്. അപ്പൊ അതൊരു ചാലഞ്ച് തന്നെയാണ് കേട്ടോ. Then legal issues and ethical factors. Legal issues and ethical factors എന്താണ്? ഓരോ ഹോസ്പിറ്റലിലും നിയമപരമായിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ. അത് പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ ഹോസ്പിറ്റൽസിനും എന്തുണ്ട്? റൂൾസ് ആൻഡ് റെഗുലേഷൻ, അല്ലെങ്കിൽ അവർക്കൊരു റിട്ടേൺ പോളിസീസ് ഉണ്ട്. ആ പോളിസീസ് അനുസരിച്ചിട്ട് എല്ലാം പ്രവർത്തിക്കണമെങ്കിൽ എന്താണ്? പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ്, ലയബിലിറ്റീസ്, ആ ഒരു ബുദ്ധിമുട്ടുകൾ, ഡിഫിക്കൽട്ടീസ് ഹോസ്പിറ്റലിൽ നേരിടേണ്ടി വരും അല്ലെ. പ്രത്യേകിച്ച് ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ് നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് എങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇപ്പൊ നമ്മുടെ ചികിത്സ മാറിപ്പോവുക, മരുന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ രോഗി മരണപ്പെടുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ രോഗിയുടെ സമ്മതപത്രം ഇല്ലാതെ, കൺസേൺ ഇല്ലാതെ ഒരു പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവയവങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത് രൂപീകരിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസ് ഒക്കെ ചെയ്യുന്നത് വഴി എന്താണ് ആ ഹോസ്പിറ്റലിനെതിരെ ലീഗൽ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരും. അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടാവുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന വെല്ലുവിളിയാണ്. ദെൻ പബ്ലിക് റിലേഷൻസ്. പബ്ലിക് റിലേഷൻസ് എന്താണ്? കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്സ് അല്ലെ. ഒരു ഹോസ്പിറ്റലിനകത്ത് ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പബ്ലിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള എല്ലാ പൊതുജനങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും. എപ്പോഴും കമ്മ്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും ആ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കേണ്ടത്. കമ്മ്യൂണിറ്റിയുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ അനുമാനങ്ങളെല്ലാം സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽ പ്രാപ്തരാകേണ്ടതുണ്ട്. അത് പറ്റാത്ത സമയം, അതായത് കമ്മ്യൂണിറ്റിയുടെ ആവശ്യകതകൾ നടത്തി കൊടുക്കുന്നില്ല, ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നില്ലെങ്കിൽ എന്താണ് അതും ഒരു വലിയ ചാലഞ്ച് ആണ്. ഓക്കെ, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് നമുക്ക് എങ്ങനെ പറയാം? എന്ത് ചാലഞ്ച് ആണ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്? പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ചില ഹോസ്പിറ്റലില് ചില പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, ചില രാഷ്ട്രീയമായിട്ടുള്ള കൈകളുടെ ഇടയിൽ പെടാറുണ്ട് അല്ലെ. ചില സന്ദർഭങ്ങൾ നമ്മൾ ചില സിനിമയിൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, ചില പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബേസിസിൽ ചില ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റൽ എത്തിക്സിന് വിരുദ്ധമാണ് അല്ലെ. അതായത് പാർട്ടി ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇപ്പോ അവരുടെ സെലിബ്രിറ്റീസിന് അല്ലെങ്കിൽ എന്താ പറയാ അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രം ചികിത്സകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. ഹലോ, ഓക്കെ. യെസ്, അങ്ങനെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, അതായത് ചില പാർട്ടി ബേസ്ഡ് ആയിട്ടും ഓരോ ഹോസ്പിറ്റലിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പാർട്ടികളുണ്ട് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ഉണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഇവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും വഴങ്ങി കൊടുക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട് അല്ലെ. ചിലപ്പോൾ എന്താ സ്പോൺസേഴ്സ് എന്ന പോലെ വന്ന് ചിലപ്പോൾ എമൗണ്ട് ഒക്കെ കൊടുക്കുന്നിരിക്കും. അങ്ങനെ അവർക്ക് ഫ്രീ ചികിത്സ കൊടുക്കണം. പിന്നെ അവരുടെ അവരുടെ ആ ഒരു എന്താ പറയാ അവരുടെ ഇഷ്ടമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ പാർട്ടി ബേസ്ഡ് ആയിട്ടുള്ള വരുന്ന ആൾക്കാരുടെ പേഷ്യൻസിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർക്ക് ഫ്രീ ചികിത്സയൊക്കെ കൊടുക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ പല ഹോസ്പിറ്റലിലും നേരിടുന്നുണ്ട് അല്ലെ. ഈ കെയർ ഓഫിലൊക്കെ വരുന്ന ആൾക്കാരല്ലേ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഹോസ്പിറ്റലിന് ശരിക്കും പറഞ്ഞാൽ അതൊരു നഷ്ടമാണ് അല്ലെ. യെസ്, അപ്പൊ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന ചാലഞ്ചസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 3 രീതിയിലുള്ള ചാലഞ്ചസ് ആണ്. ഒന്ന് എക്സ്റ്റേണൽ, ഇന്റേണൽ ആൻഡ് പേഷ്യന്റ് സർവീസ് ചാലഞ്ച്. ഈ ചാലഞ്ചുകളുടെ പേരുകൾ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ചാലഞ്ചുകളെ മറികടക്കാനായിട്ട് എന്തെല്ലാം സ്ട്രാറ്റജീസ് ഉപയോഗിക്കാം? ഓക്കെ, സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചാലഞ്ച്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്.
പുതിയ രീതിയിൽ പുതിയ ടെക്നോളജി കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഇത്തരം അഡ്വാൻസ്മെന്റിലൂടെ എന്താണ് നമുക്ക് കുറച്ചുകൂടി അതൊരു നല്ലൊരു സ്ട്രക്ചർ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണെങ്കിൽ എന്താണ് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താ പറയാ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റോട് കൂടിയിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണമെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എന്താണ് ഇതെല്ലാം കുറച്ചുകൂടി ആ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചസിലൂടെ കൊണ്ടുപോകാൻ സാധിക്കും. ദെൻ പവർ ഷെയറിങ്, ഓരോരുത്തരുടെ അധികാരം, ഇപ്പൊ നമ്മൾ പവർ ട്രേസ് എന്ന് പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ പൊസിഷൻസ് നമ്മൾ എന്താണ് ഇപ്പോൾ പ്രമോഷൻ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അവർക്ക് ആ ഒരു നോളജും സ്കില്ലൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് അവർക്ക് ഓരോരോ പൊസിഷൻസ് മാറ്റി മാറ്റി കൊടുക്കുക. അപ്പൊ ആ സ്റ്റാഫുകൾക്കിടയിൽ മറ്റു തർക്കങ്ങളോ ഡിസ്പ്യൂട്ടുകളോ ഒന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എന്താണ് അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്, ഏറ്റവും നല്ല പെർഫോമൻസ് കൊടുക്കുന്നവർക്ക് നല്ല അവാർഡ്സുകൾ കൊടുക്കുക, എന്തെങ്കിലും മോശം ബിഹേവിയർ കാണിക്കുന്നവർക്ക് പണിഷ്മെന്റ് കൊടുക്കുക. ഇൻക്രീസ് എഫിഷ്യൻസി, ഹോസ്പിറ്റൽ ആ സിസ്റ്റം തന്നെ നമ്മൾ എന്താണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മാനറിൽ കൊണ്ടുപോകാനായിട്ട് അഡ്മിനിസ്ട്രേഷൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള റിട്ടേൺ പോളിസീസുകൾ തയ്യാറാക്കുക. ദെൻ ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ, എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പേഷ്യൻസിന്റെ സുരക്ഷിതത്വത്തിനാണ്. അവർക്ക് ഏറ്റവും നല്ല സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കുന്ന ഏറ്റവും നല്ല കെയർ നൽകുക എന്നുള്ളതാണ്, ഏറ്റവും നല്ല പരിചരണം നൽകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ദെൻ ഡെവലപ്പിംഗ് മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, നമ്മുടെ HMS നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുക, HMS ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യാനായിട്ട് എല്ലാ സ്റ്റാഫുകളെയും പ്രാപ്തരാക്കുക. മാർക്കറ്റിംഗ് ഓഫ് ദ ഹോസ്പിറ്റൽ സർവീസ്, എന്താണ് മാർക്കറ്റിംഗ് ഓഫ് ദ ഹോസ്പിറ്റൽ സർവീസ് എന്ന് പറയുന്നത്? മാർക്കറ്റിംഗ് ഏറ്റവും നല്ല നിലപാട്, ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ മേഖലയിൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഏറ്റവും നല്ല സർവീസസ്, ആ ഒരു ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ ഏറ്റവും നല്ല സർവീസ് കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ലീഡർഷിപ്പ് മോട്ടിവേഷൻ, പ്രത്യേകിച്ച് സ്റ്റാഫുകൾക്കിടയിൽ ഏറ്റവും നല്ല രീതിയിൽ അവരുടെ നേതൃത്വ സ്ഥാനം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. കരിയർ ഡെവലപ്മെന്റ് അഡ്വാൻസ്മെന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുക. റീഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫ്, അതായത് പ്രത്യേകിച്ച് ന്യൂ സ്റ്റാഫുകൾക്കിടയിൽ റീഓറിയന്റേഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. റീസ്ട്രക്ചറിങ്, ഹോസ്പിറ്റലിലെ സ്ട്രക്ചർ, ആ റിജിഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ നമ്മൾ എന്താക്കി മാറ്റുക? ഫ്ലെക്സിബിൾ ആക്കി മാറ്റുക. കർശനമായിട്ടുള്ള നിയമങ്ങൾ മാറ്റി എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെ പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിൾ സ്ട്രക്ചറിങ് കൊണ്ടുവരിക. ക്ലിയർ കട്ട് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ അല്ലെ, പ്രത്യേകിച്ച് എന്താണ് വ്യക്തമായിട്ട് ഓരോരുത്തരുടെ സ്റ്റാഫുകളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ആ റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് നിയമിച്ചു കൊടുക്കുക. ഓരോ വ്യക്തികൾക്കും എന്താണ് അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നതിനെ കുറിച്ചുള്ള നല്ല രീതിയിലുള്ള അവബോധം ഉണ്ടായിരിക്കണം. ഓക്കെ, എത്ര സ്ട്രാറ്റജീസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ചാലഞ്ചസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ടും ഹോസ്പിറ്റലിൽ ഏറ്റവും നല്ല രീതിയിലുള്ള സർവീസസ് നടത്താനും ആ ഹോസ്പിറ്റലിലെ വിഷനും മിഷനൊക്കെ ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇത്തരം സ്ട്രാറ്റജീസുകൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു ആരോഗ്യ മേഖലയിൽ ഒരുവിധം ചാലഞ്ചസ് ഇല്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, മനസ്സിലായോ പിള്ളേരെ സ്ട്രാറ്റജി? ചാപ്റ്റർ തീർന്നു കേട്ടോ. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ആ ഫോർമുലാസ് ഒക്കെ പഠിപ്പിച്ച് തന്ന ഓരോ ഫോർമുലയും ഡെഫിനേഷൻസും മാത്രം പഠിക്കുക. ഈ ചാലഞ്ചസിന്റെ പേരും നോക്കാം കേട്ടോ. എപ്പോഴും ടെക്സ്റ്റും മോക്ക് ടെസ്റ്റും കൂടി ഒരുമിച്ച് ഇരുന്നായിരിക്കണം ഇത് പഠിക്കേണ്ടത്. ഓരോ ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ ആ ടെക്സ്റ്റ് കൂടി തുറന്നു വെച്ചിട്ടായിരിക്കണം ഒന്ന് പഠിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? നിർത്തട്ടെ, എന്നിട്ട് എന്തായാലും സാറ്റിസ്ഫാക്ഷൻ തുടങ്ങണ്ടല്ലോ. ഇച്ചിരി ടൂസ്റ്റ് എടുക്കുക. ഐ സീജ ഒന്ന് കാണട്ടെ, ഒന്ന് പോലെ പോലെ കേട്ടോ. നീക്ക് ഓൺ ചെയ്തേ കേട്ടോ. ക്യാമറ ഓഫ് ചെയ്യല്ലേ? വീട്ടിലാണോ? മൈക്ക് ഓണാണ്, മൈക്ക് ഓണാണ്. ഇന്നാലും ഇതുപോലെ ഒരു ദിവസം ഓണായി പോയി. ഇതിപ്പോ ഞാൻ എന്താ വിളിക്കാം? സീന ചേച്ചിയാണ് ഞങ്ങളെ. അയ്യോ, ഞാൻ പേര് എന്നോട് അശ്വതി പറഞ്ഞായിരുന്നു ഒരു ദിവസം ക്യാമറ ഓൺ ചെയ്തപ്പോ ഇങ്ങനെ കണ്ടു.
കാർഡിയോളജിസ്റ്റിനെ കണ്ടോ? കണ്ടു. അവരുടെ വീട്ടിലല്ലേ ECG എടുത്തത് മാറിപ്പോയി, അവര് ഡയറക്ഷൻ മാറിപ്പോയി, തെറ്റായിട്ടാണ് മെഷർമെന്റ് വന്നത്, അതുകൊണ്ടാണ്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പെയിൻ വന്നത്? ഇങ്ങനെ വന്നത് ഓൾറെഡി ചെസ്റ്റില് കുറച്ച് നീര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നീര് വീഴ്ചയുണ്ട്, പിന്നെ അതിന്റെ പെയിൻ ആയിരിക്കാം, അല്ലാതെ വേറെ പ്രഷർ വേരിയേഷൻസോ വേറെ ഒന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. വെറുതെ ഒരാഴ്ച ടെൻഷൻ അടിച്ചു. ശബ്ദവും മാത്രം വ്യത്യാസമുണ്ട്. ആണല്ലേ? എന്തിനാണ് കേട്ടോ. താങ്ക് യു. ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല, ഭക്ഷണം കഴിച്ചു. 1 മണി ആവുന്നേ ഉള്ളൂ ഇവിടെ. 1 മണിയാവും. ഇവിടെ 3:20 ആ സന്തോഷം. ഇതിങ്ങനെ കിച്ചണും വീടും എല്ലാം, പിന്നെ ബെഡ്റൂം മാത്രമേ സെപ്പറേറ്റ് ഉള്ളൂ. കിച്ചണും ഹാളും കൂടി ഒരേ ഇതാണ്. അപ്പൊ ഞാൻ ഡൈനിങ് ടേബിളിൽ എപ്പോഴും ഇരിക്കുക. ശരി, കണ്ടത് ഒരുപാട് സന്തോഷം. 2 ആഴ്ചയും കൂടി കാണുമ്പോൾ അത് കഴിഞ്ഞാലുണ്ട് ഞാന് ഒരു ചാപ്റ്റർ തീർത്ത് വെള്ളം തൊടാണ്ട്. ഇനി ഒരെണ്ണം കൂടി, അത് കഴിഞ്ഞ് നമ്മള് വിട പറയുകയാണ്. സീരിയൽ വരാൻ പറ്റുമോ? കോൺവെക്കേഷൻ വരാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇനി ചിലപ്പോ സെപ്റ്റംബറിലായിരിക്കും വരിക. സെപ്റ്റംബർ ജൂലൈ ലാസ്റ്റ് മിക്കവാറും ഉണ്ടാവും കോൺവെക്കേഷൻ. വരാൻ പറ്റില്ല. ഇതാണോ നമുക്ക് തൃശ്ശൂരായിട്ട്? ഒരു തവണ വന്നപ്പോ അങ്ങോട്ട് വരണം എന്നുണ്ടായിരുന്നു. പിന്നെ വണ്ടിയൊക്കെ അത്ര അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ കാറിലാണ്. ഞങ്ങൾ വരും. എവിടെയാണെന്ന് വെച്ചാൽ വിളിച്ചാൽ ഞങ്ങൾ വരും. ഓക്കെ. ഞങ്ങളുടെ വണ്ടിയുണ്ട്. നമുക്കൊരു ഗെറ്റ് ടുഗദർ ഒരു ദിവസം കാണാം കേട്ടോ. അജുവേയും കൂടി വരട്ടെ. 24 ടീമിന് എല്ലാവരെയും കാണണം. എല്ലാവരെയും കാണാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, എന്താ കുറേ നേരമായാലും 2 മണിക്കൂറായി കയറിയിരിക്കുന്നു. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ. ശരി. ബൈ ബൈ. താങ്ക് യു.